Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ്സിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൺട്രോൾ സ്ട്രക്ചർ അതായത് കൺട്രോൾ ഫ്ലോയിൽ ഫോർ ലൂപ്പ് നോക്കാം. ഓൾറെഡി നമ്മൾ ഈ ഫൈനൽസ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അവിടെ ഫോർ ലൂപ്പ് പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഡിഫിക്കൽട്ടി മനസ്സിലായിട്ട് അവിടെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഡാറ്റ ടൈപ്പുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എല്ലാ ഡാറ്റ ടൈപ്പിലും എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോർ ലൂപ്പിലോട്ട് പോവുകയാണ്. നമുക്ക് മൂന്ന് ടൈപ്പിലാണ് കൺട്രോൾ സ്ട്രക്ചർ ഉള്ളത്, ഫ്ലോ ഉള്ളത്. ഒന്ന് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് നോർമലി എഴുതുന്നത് എ അസൈൻ 10 ഒക്കെ പറയുന്നത്. രണ്ടാമത്തത് കണ്ടീഷണൽ ആണ്. കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫയൽസ് കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. മൂന്നാമത്തതാണ് ലൂപ്പിംഗ്. ലൂപ്പിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി ആക്ഷൻസ് നടക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം. അത് റിപ്പീറ്റ് ആയിട്ട് 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഫോർ വയൽ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഫോർ, അടുത്ത വീഡിയോയിൽ വയൽ പഠിക്കും. അപ്പോൾ ലൂപ്പിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ സഹായിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് എല്ലാം ഫെച്ച് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം. അതിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം, ലോവർ ലെറ്റർ, അങ്ങനെ എന്തെങ്കിലും ആകട്ടെ. ആ ആക്ഷൻസ് എന്താ വെച്ചാൽ റിപ്പീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ റൺ ചെയ്ത് പോകണം. നമ്മൾ ടയർ ഇങ്ങനെ കറങ്ങുന്നത് അത് ലൂപ്പായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ലൂപ്പിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് അത് സ്റ്റോപ്പ് ആവണം. സ്റ്റോപ്പ് ആവാതെ നമ്മൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്താന്ന് കഴിഞ്ഞാൽ അത് ലൂപ്പ് സ്റ്റോപ്പ് ആവാതാവും. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരും. നമ്മൾ സ്റ്റോപ്പ് ആവാനുള്ള ഒരു കണ്ടീഷനിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ്, വയൽ ലൂപ്പ്, നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ലൂപ്പ് ആണെങ്കിൽ 2 ഫോർ ലൂപ്പ് വരും. വയൽ ലൂപ്പ് ആകുമ്പോൾ 2 വയൽ ലൂപ്പ്. ഓക്കെ, നമുക്ക് ലൂപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൽ ഫോർ ലൂപ്പ് ആണോ വയൽ ലൂപ്പ് ആണോ, വയലാണോ ഫോർ ലൂപ്പ്, ഏതാണ് യൂസ് ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ചിന്തിക്കുന്നത് ഏത് ലെവലിലായി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം കിട്ടി. ആ പ്രോബ്ലത്തിൽ ഒരു കണ്ടീഷന്റെ ബേസ് ചെയ്താണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ട്രിങ് എംപ്റ്റി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക. എംപ്റ്റി ആണെങ്കിൽ അപ്പം നിർത്തുക. ഇപ്പോൾ എക്സാമ്പിൾ സ്ട്രിങ് എംപ്റ്റി കൊടുത്ത് എന്നിട്ട് നമ്മൾ അതിലോട്ട് യൂസറോട് പറഞ്ഞൊരു വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ യൂസർ വാല്യൂ എൻ്റർ ചെയ്തില്ലെങ്കിൽ അതിപ്പോൾ എംപ്റ്റി ആയി കിടക്കൂലേ? അപ്പോൾ അതൊരു കണ്ടീഷൻ അല്ലേ? അപ്പോൾ യൂസർ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷനും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വയൽ ലൂപ്പ് ഉപയോഗിക്കാം. ഫോർ ലൂപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റിനുള്ളിലൂടെ അല്ലെങ്കിൽ ഡിക്ഷണറി അല്ലെങ്കിൽ സെറ്റ്സ് ടപ്പിൾ ഇതിലൂടെ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകാൻ, അതിൽ നമുക്ക് ചുമ്മാ 1 മുതൽ 100 വരെ നമ്പറിലൂടെ ഐട്രേറ്റ് ചെയ്ത് പോകാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് തന്നിട്ട് ആ ഡാറ്റ സെറ്റിന് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതിലൂടെ ഫോർ ലൂപ്പ് ചെയ്ത് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ, അങ്ങനത്തെ കേസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സിന്റാക്സ് ഫോർ ലൂപ്പ്. ഇപ്പോൾ ഫോറിന് എഴുതുക, ഏതായാലും നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഫോറിന് എഴുതിയിട്ട് വേരിയബിൾ ഇൻ സീക്വൻസ്. അപ്പൊ സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഇപ്പൊ എന്താ പറയാ, അതിലിങ്ങനെ ലൂപ്പ് ചെയ്യാൻ പറ്റിയ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള എന്താ പറയാ, ഡിക്ഷണറി, സെറ്റ്, ലിസ്റ്റ്, സ്ട്രിങ് പറ്റൂടെ. ആക്ച്വലി സ്ട്രിങ് ഒരു സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ്ങിന്റെ ഓരോ ക്യാരക്ടറിലൂടെയും കയറി പോകാൻ പറ്റും. ഇപ്പൊ ഒരു എന്താ പറയാ, ഡു സംതിങ്, അതിലെ ഡി ഒ സ്പേസ് എസ് ഒ എം ഇ ടി എച്ച് ഐ എൻ ജി എല്ലാത്തിലൂടെയും കയറി ഇറങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്ട്രിങ്ങിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് ശ്രദ്ധിക്കണം. സ്ട്രിങ്ങിൽ നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ സിന്റാക്സ് മനസ്സിലായി. ഇതിങ്ങനെ തന്നെ ഡോർത്തേക്ക് വേറെ നാലേക്കാല് ഫോർ ഇന്ന്, ഫോറും ഇന്നും അതിലുണ്ട്. അതിന്റെ അടിയിൽ എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ എന്തിലൂടെയാണ് നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടത് അത് ലാസ്റ്റിൽ കൊടുക്കുക. ഈ ലൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ എടുക്കൂലേ. ഇപ്പൊ എക്സാമ്പിൾ സ്ട്രിങ്ങിന്റെ കേസിൽ ഡി ഒ എസ് ഒ എം, ഇതൊരു വേരിയബിൾ ആണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഓരോ വാല്യൂയിലൂടെയും കടന്നു പോകാൻ പറ്റും. അപ്പൊ ഫോറും ഇന്നും നമ്മളെ ഫംഗ്ഷനിൽ നമ്മളെ ഫോർ ലൂപ്പിന്റെ സിന്റാക്സിലുള്ളതാണ്. അതിന്റെ ലാസ്റ്റ് വരുന്നത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ലിസ്റ്റ് ആണോ ഡിക്ഷണറി ആണോ അത് അവിടെ വെച്ച് കൊടുക്കുക. അതിന്റെ ഇന്നിന്റെ ഫോറിന്റെ സെൻട്രലായിട്ട് നമ്മൾ ഏതാണോ വേരിയബിൾ അത് കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ 1 മുതൽ 10 വരെ ഉണ്ടെങ്കിൽ ആ 1, 2, 3, 4 പറഞ്ഞ വാല്യൂസ് ആണ് വേരിയബിൾ ആയിട്ട് വരിക. കൂടുതൽ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, വലിയ റിസ്ക് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു ലിസ്റ്റിലൂടെ ലൂപ്പ് ചെയ്യണം. ഫ്രൂട്ട്സ് ആപ്പിൾ, ബനാന, മാംഗോ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്, ഇപ്പൊ മൗസ് നോക്കിക്കോ, ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റ് നമ്മൾ ലാസ്റ്റ് വെച്ചു, ഫോറും ഇന്നും വെച്ചു. അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫ്രൂട്ട്സിന്റെ ഉള്ളിലുള്ള നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കട്ടോ, ഐ വാല്യൂ ഫ്രൂട്ട് എന്താ പറയാ, എന്ത് വേണമെങ്കിൽ കൊടുക്കുക. അതിനൊരു മീനിങ് ഇല്ല. അത് അവിടെ എന്താ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ മീനിങ് ഉള്ള വാല്യൂ കൊടുക്കും. ഒരു വേരിയബിൾ നെയിം കൊടുക്കണം. അത് നമ്മൾ നെയിമിംഗ് കൺവെൻഷന്റെ ഭാഗമാണ്.
ഒരു ക്ലീൻ കോഡൊക്കെ ആവും, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മുകളിലെ ലിസ്റ്റ്, അതിൽ ഓരോ ഫ്രൂട്ടും അങ്ങനെ നോക്കിയാൽ മതി, ഓരോ ഫ്രൂട്ടും. അപ്പൊ ആപ്പിൾ ഒരു ഫ്രൂട്ടാണ്, ബനാന ഒരു ഫ്രൂട്ടാണ്, മാംഗോ ഒരു ഫ്രൂട്ടാണ്. അത് ക്ലിയർ ആയില്ലേ? അത് ജസ്റ്റ് വേണം ചെയ്ത് നോക്കാം. ഞാൻ അത് എടുക്കുന്നില്ല, അതിന് പകരം 1 2 3 കൊടുത്ത് നമുക്ക് ലിസ്റ്റിനുള്ള ഏത് വാല്യൂ കൊടുക്കല്ലോ. 4 ഞാൻ വാല്യൂണ് കൊടുക്കുന്നത്, വി ആണ് കൊടുത്തത്, എന്തും കൊടുക്കാൻ മതി. എക്സ് പ്രിന്റ്. ഈ ഇൻഡന്റേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഇത് പ്രിന്റ് വി ആണ് എടുത്തത്. നോർമലി നമ്മൾ സാധനം പ്രിന്റ് ചെയ്യുമ്പോൾ ഒറ്റൊന്ന് വരും, പക്ഷെ ഇവിടെ എന്താ ഉണ്ടാകുന്നത്, ഈ വി ആണ് പറയുന്നത് എക്സിന്റെ ഉള്ളിലുള്ള ഓരോ വാല്യൂസും ആയി. 1, അത് കഴിഞ്ഞ അടുത്തതിൽ 2, പിന്നെ വരുന്നത് 3, അതങ്ങനെ എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും പ്രിന്റ് ചെയ്ത് വരും. അത്രേ ഉള്ളൂ. അത് പിന്നെ ഈ വാല്യൂസ് എന്തായാലും ആവട്ടെ, ഈ ഫ്രൂട്ടുള്ള വേരിയബിൾ എന്തും കൊടുക്കാം. ഈ പറഞ്ഞത് എന്താണോ കൊടുക്കുന്ന ലിസ്റ്റാണ്, ഡിക്ഷണറി, സെറ്റാണ്, ടപ്പിളാണ്, അതിന്റെ വേരിയബിൾ നെയിം എന്താണോ അത് ഇവിടെ കൊടുക്കണം. ഫോറും മിന്നും ആ റൂളിൽ ഉള്ളതാണ്. പിന്നെ ഫോർ ഐ ഇൻ റേഞ്ച്. അപ്പൊ റേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, കാരണം നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള 2-3 സ്ലൈഡ് കഴിഞ്ഞാൽ പറയുന്നുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ എത്ര ആലോചിച്ചാൽ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 0 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരെയുള്ള വാല്യൂസ് നമുക്ക് തരും. 5 തരൂല, നമ്മൾ എല്ലായിടത്തും പറയുന്ന ലാസ്റ്റ് ഇൻഡെക്സ് നമുക്ക് തരൂല. അപ്പൊ 5 വരെയുള്ള വാല്യൂ വരും, 0 to 4. അപ്പൊ ഇവിടെ ഐ എന്താ, 0 1 2 3 4. അത് നമുക്ക് ഓൾറെഡി അറിയില്ല, അതിൻ്റെ ഉള്ളിലുള്ള ഓരോ വാല്യൂസ് ആണ്. അപ്പൊ എന്തായി, പ്രിന്റ് ഐ എന്ന് പറയുമ്പോൾ 0 1 2 3 4. ഇത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എക്സിന്റെ ആവശ്യമില്ല ഇവിടെ. നമ്മൾ എന്ത് ചെയ്ത് നേരെ റേഞ്ച് ഒരു 10 കൊടുത്തു, അപ്പൊ 9 വരെ വരും, ലാസ്റ്റത്തെ വരൂല. റേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ 0 മുതൽ 9 വരെ പ്രിന്റ് ചെയ്തു. ഇതാണ് ആ റേഞ്ച് പറയുന്നത്. അവരത് വരെ ലാസ്റ്റ് 10 കൊടുത്ത 9 വരെ. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ലൂപ്പ് ത്രൂ സ്ട്രിങ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട് ഒരു സ്ട്രിങ് വന്നപ്പോ അവിടെ ഡു സംതിങ് വന്നില്ലേ, അതിനെ പ്രിന്റ് ചെയ്യാം. അപ്പൊ 4 ലെറ്റർ ഇൻ ഹലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലെറ്റർ എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, HELLO. ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റേഞ്ചും ഇതൊന്നും വേണ്ട, നമ്മള് ഹലോ എന്ന് പറഞ്ഞു. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്ന നോക്കാം, HELLO. മനസ്സിലായി? ഈ ഞാനിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാല്, ആക്ച്വലി നമ്മളെ പ്രിന്റ് ഫംഗ്ഷൻ ഓരോന്ന് അടിയിലോട്ടാണ് വരിക. അപ്പൊ പ്രിന്റ് വി എന്ന് പറയുമ്പോൾ ആദ്യം എച്ച് പ്രിന്റ് ചെയ്യുക, അടിയിലോട്ട് പോകുമ്പോൾ ഈ പ്രിന്റ് ചെയ്യുക, അടിയിലോട്ട് പോകും, എൽ പ്രിന്റ് ചെയ്യുക, അടിയിലോട്ട് അങ്ങനെ പോകും. അപ്പൊ അതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു കീവേഡ് ഉണ്ട്, എൻഡ് ഈക്വൽ ടു ഡബിൾ വെച്ച് കഴിഞ്ഞാൽ ഒരു എം ടി സ്ട്രിങ് കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ പൈത്തനോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന എല്ലാ വാല്യൂം ഒരു ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്യണം, അടുത്ത ലൈനിലോട്ട് പോകരുത്. അപ്പൊ നോക്കട്ടെ, അപ്പൊ ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ ലെറ്ററും ഇവിടെ നിങ്ങൾ എന്ത് ട്രൈ ചെയ്താലും അത് അടിയിലോട്ട് വരും. പിന്നെ നമ്മൾ എൻഡ് സ്പേസ് എൻഡ് ഈക്വൽ ടു ഡബിൾ കോഡിൽ എം ടി സ്ട്രിങ് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ലൈനിൽ വരും. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയി. ഇനി നമുക്കുള്ളത് എന്യൂമറേറ്റ്. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. റേഞ്ചിൽ ചെയ്യാൻ പറ്റും, സ്ട്രിങ്ങിൽ ചെയ്യാൻ പറ്റും, ഡിക്ഷണറിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിക്ഷണറിന്റെ ഒരു ടൈപ്പാണ് ഇത് വരുന്നത്. എന്യൂമറേറ്റ് ഡിക്ഷണറി തൽക്കാലം എടുക്കട്ടെ, എന്യൂമറേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ എന്താ പറയുക, നേരത്തെ ഫോർ ഇപ്പൊ ഈ ഇൻഡെക്സ് മാറ്റി വെച്ചിട്ട് ഫോർ നെയിംസ് എന്യൂമറേറ്റ് ഈ ഇൻഡെക്സ് ഒഴിവാക്കി എന്യൂമറേറ്റ് ഒഴിവാക്കി. ഞാൻ ജസ്റ്റ് ചെയ്യാനും. ഇപ്പൊ നമുക്ക് ഈ ലിസ്റ്റ് തന്നെ എടുക്കാം, കൺഫ്യൂഷൻ ആവണ്ട, പറഞ്ഞുതരാം ഒന്നുകൂടി. അപ്പോൾ ഫോർ VA ഇൻ എക്സ് പ്രിന്റ് VA. ഇപ്പൊ എന്താണ് 1 2 3. എനിക്ക് വേണ്ടത് 1 2 3 അല്ല, ഈ 1ന്റെ കൂടെ അതിന്റെ ഇൻഡെക്സ് ഏതാണ് അറിയണം, 2ന്റെ കൂടെ അതിന്റെ ഇൻഡെക്സ് ഏതാണ് അറിയണം, 3ന്റെ കൂടെ അതിന്റെ ഇൻഡെക്സ് ഏതാണ് അറിയണം. അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ചുമ്മാ ഇങ്ങനെ പ്ലസ് ഇട്ട് കൗണ്ടർ കൊടുക്കുന്നതൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കോഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിനുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്യൂമറേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ വെച്ചാണ്ട് ഈ എക്സിനെ അങ്ങോട്ട് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു വാല്യൂ പാസ് ചെയ്യാമല്ലോ. അങ്ങനെ എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ് പാസ് ചെയ്തു. അപ്പൊ എക്സ് പാസ് ചെയ്തപ്പോൾ എന്താണ്ടായി, അത് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു റെസ്പോൺസ് തന്നു. ഇനി ആ റെസ്പോൺസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസ്പോൺസിൽ എന്താ വെച്ചാൽ എന്യൂമറേറ്റ് നമുക്ക് തരുന്നത്, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുക്കുകയാണ്. നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം, ഇൻഡെക്സും അതിന്റെ വാല്യൂ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രാമത്തെ ഇൻഡെക്സാ 0, ഇത് എത്രാമത്തെ ഇൻഡെക്സാ 1, ഇത് എത്രാമത്തെ ഇൻഡെക്സാ 2. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇൻഡെക്സ് അത് കഴിഞ്ഞിട്ട് വാല്യൂ. ഇപ്പൊ 0 1 1 2 2 3 വെച്ച് കഴിഞ്ഞാൽ 0 1 2 പറഞ്ഞ ഇൻഡെക്സും 1 2 3 എന്ന് പറഞ്ഞ വാല്യൂസും ആണ്. അപ്പൊ ഇൻഡെക്സ് വാല്യൂ ഇൻഡെക്സ് വാല്യൂ ഇൻഡെക്സ് വാല്യൂ അതാണ് കൺസെപ്റ്റ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ വെച്ച് കഴിഞ്ഞാല് 0 ടോം 1 ജെറി. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളെ ഫോറും ഇന്നും നമ്മളെ ഏതാണ് സീക്വൻസ്, ലിസ്റ്റ് ആണോ ഡിക്ഷണറി ആണോ എന്താണോ അത് ഈ ലാസ്റ്റും മൗസ് പോയിന്റർ നോക്കണേ. ഫോർ ഇന്ന് നമ്മളെ സീക്വൻസ് ഏതാണ് അതിന് പ്രിന്റും. ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റിനുള്ളിൽ നമുക്ക് ഇൻഡെക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് പ്ലസ് വാല്യൂ എന്യൂമറേറ്റ് ഫംഗ്ഷൻ തരും. അപ്പൊ നമുക്ക് ഈസി ആയി ആക്ച്വലി നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോർ ലൂപ്പിൽ തന്നെ പ്രിന്റ് ചെയ്യണം. കാരണം ഇതൊരു ഇതിന്റെ ഒബ്ജക്റ്റ് ആണ് തരുന്നത്. അപ്പൊ ക്ലാസ്സും ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് വേറെ തന്നെ നമ്മൾ നോക്കുന്നതാണ്. ഇപ്പൊ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതെന്തായാലും ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്യൂമറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ ഫെച്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്ന് രണ്ട് പ്രോബ്ലംസ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ച്, റേഞ്ചിന്റെ ഉള്ളില് നമ്മൾ ഓൾറെഡി 1 മുതൽ 21 വരെ കൊടുത്ത്. ഓക്കെ, ഞാൻ എന്തായാലും നമുക്ക് റേഞ്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് വരാം, അതാണല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് റേഞ്ചിനാണ്. റേഞ്ചിന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ നമ്മളൊരു എമൗണ്ട് പറയുന്ന സമയത്ത് ഓക്കെ റേഞ്ച് ഒന്ന് പറയാൻ പറ്റുമോ, എത്രയുടെ അടിയിലാണ്. ഇപ്പോൾ ആ ഒരു 100ന്റെ 500ന്റെ അടിയിലാണ് അങ്ങനെ പറയില്ലേ. സെയിം കൺസെപ്റ്റ് ഒരു റേഞ്ച്. ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു എൻഡിങ് ഉണ്ടാവും, ഒരു ബിറ്റ്വീൻ. ആ റേഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റേഞ്ചിൽ സിംഗിൾ വാല്യൂ കൊടുത്താൽ അതിന്റെ അർത്ഥം ഫസ്റ്റത്തെ ആണ്, റേഞ്ച് സ്റ്റോപ്പ്. ഇതിങ്ങനെ റൂളാണ്, ഇത് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇത് റേഞ്ചിന്റെ റൂളാണ്. സിംഗിൾ വാല്യൂ കൊടുത്താൽ സ്റ്റോപ്പ് ആണ്. നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും കൊടുക്കാം. ഇപ്പൊ നമ്മൾ മറ്റേ സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു ഇൻഡെക്സ് ഫെച്ച് ചെയ്യില്ലേ, ഇപ്പൊ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ 0 മുതൽ 5ാമത്തെ വരെ എന്നൊക്കെ പറയില്ലേ. സെയിം കൺസെപ്റ്റ്. റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട വാല്യൂ, റേഞ്ചിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട വാല്യൂ എത്ര കൊടുക്കുക. പിന്നെ നമ്മൾ അവിടെ ലിസ്റ്റിൽ നമ്മൾ ഫെച്ച് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ലാസ്റ്റ് കൊടുക്കുന്നതിന്റെ ഒന്ന് ബാക്കിലാണ് കിട്ടുകയാണ്. അതേമാതിരി തന്നെ സ്റ്റോപ്പ് 5 കൊടുത്താൽ 4 വരെ കിട്ടും. ഇപ്പൊ നേരത്തെ കേസ് നമ്മൾ 10 വരെ പറഞ്ഞപ്പോൾ 9 ആവുന്നു. പിന്നെ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് 3 സംഭവം മാക്സിമം കൊടുക്കാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങും, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാക്കിലോട്ട് അവസാനിക്കും. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജമ്പിങ് എങ്ങനെയാണ്. എക്സാമ്പിൾ സ്റ്റെപ്പിൽ ഞാൻ 2 കൊടുത്താല് 0 to 10 വരെ സ്റ്റാർട്ട് 0, സ്റ്റോപ്പ് 10, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ 0 പിന്നെ 1 കഴിഞ്ഞ് 2, 3 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 അങ്ങനെ ജമ്പ് ചെയ്ത് പോകും. 3 കൊടുത്തു കഴിഞ്ഞാൽ 3 വെച്ച് ജമ്പ് ചെയ്യും. ഒന്നും കൊടുത്തില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വരും. കൊടുത്തില്ലെങ്കിൽ അത് ജസ്റ്റ് എന്താ പറയുക നോർമൽ ഒരു എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ നോർമലി പോകും. 2 3 4 അല്ലെങ്കിൽ ഒന്ന് ജമ്പ് ചെയ്ത് പോകും. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ നോക്കാം. 4 i in range 5. 5 എന്ന് പറഞ്ഞാൽ എന്താ 0 to 4 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ വാല്യൂ കിട്ടൂല. പ്രിന്റ് ആയി എന്ന് പറഞ്ഞാൽ 0 1 2 3 4. ഇനി രണ്ടാമത്തെ ഇത് 4 i in range 1 മുതൽ 6 വരെ നമ്മൾ രണ്ടാമത്തെ കേസ്. അപ്പൊ എന്താ 1 മുതൽ 5 വരെ ലാസ്റ്റത്തെ കിട്ടൂല. പ്രിന്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 അതിങ്ങനെ അടിയിലോട്ട് വരും. അടിയിലോട്ട് വരാതെക്കാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എസ്കേപ്പ് എൻഡ് സ്പേസ് എൻഡ് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിംഗ് പറഞ്ഞ സിംഗിൾ ലൈനിൽ വരും. ഇനി മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. 4 i in range സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 2 അപ്പൊ 0 ഒന്നും ഉണ്ടാവില്ല. സ്റ്റോപ്പ് ചെയ്യുന്നത് 11 അപ്പൊ 10 വരെ ഉണ്ടാവുള്ളൂ. സ്റ്റെപ്പ് 2 അപ്പൊ 2 4 6 8 10. സിമ്പിൾ അല്ലേ ആ പ്രിന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയോ 4 i in range സ്റ്റാർട്ട് ചെയ്യുന്നത് 10, സ്റ്റോപ്പ് ചെയ്യുന്നത് 0. അപ്പൊ ബാക്കിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കൊടുത്തില്ലെങ്കിൽ വർക്ക് ആവില്ല. കാരണം എന്താ
നമ്മൾ റേഞ്ച് പറയുമ്പോൾ മുന്നോട്ട് പോകണം. അപ്പോൾ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് -1 കൊടുത്താണ്ട് അതിനെ ബാക്കിലോട്ട് കൗണ്ട് ചെയ്യണം, സ്റ്റെപ്പ് ബാക്കിലോട്ട്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ 10, 9, 8, 7, 6, 5, 4 ആരാണ് ബാക്കിലോട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ നമ്മളേതാ ചെയ്യുന്നത്? ഫോർ i ഇൻ റേഞ്ച് 10, 1 പ്രിന്റ് ചെയ്യുന്നത് i. നമുക്ക് വേണ്ട കൺഫ്യൂഷൻ ആകണ്ട, ഇവിടെ ഒന്നും പ്രിന്റ് ആയില്ല, കാരണം അതിൽ അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പൊ നമ്മളതിനോട് പറയണം -2 വെച്ച് ബാക്കിലോട്ടാണ് പോകേണ്ടത് സ്റ്റെപ്പ്. അത് കറക്റ്റായി പോയി. -1 കൊടുത്താൽ എല്ലാം വരും. ഇത് ബാക്കിലോട്ട് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. അതിപ്പോ ഞാൻ ഈ 10 കഴിഞ്ഞിട്ട് 2-ന് പകരം 200 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ കൂളായിട്ട് പോകും. കണ്ട, ഇതിന് പകരം ഇത് ഞാൻ എന്ത് ചെയ്തു, ഒരു 4 വെച്ച് സ്കിപ്പ് ചെയ്ത ആളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്കിപ്പ്, സ്റ്റെപ്പ് 10, 14, 18. അപ്പൊ ഞാനതിനെ ഒരു 20 വെച്ച് കഴിഞ്ഞാൽ നോക്കുകയാണ്, 10, 30, 50, 190 ആ ലെവൽക്ക് മാറി. അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഈ റേഞ്ചിന് വേറൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ് റേഞ്ചിൽ നിന്ന് ഇങ്ങനെ വാല്യൂസ് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു റിയൽ കേസ് പറയാം, നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വേണം, അതിലൊരു 1000 ഡാറ്റ വേണം. ഇരുന്ന് അടിച്ചുണ്ടാക്കാൻ പറ്റില്ലല്ലോ. സിമ്പിളായിട്ട് പറയാം, ലിസ്റ്റിന്റെ ഉള്ളിൽ റേഞ്ചിന് വിളിക്കുക. നമുക്ക് തൽക്കാലം തോന ഡാറ്റ വേണം, അതുകൊണ്ട് എന്താ 1 മുതൽ 1 മുതൽ എന്താ പറയാ ഒരു ഇത്രയും ഡാറ്റ വേണമെന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഈ ഡാറ്റ സയൻസിൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ബൾക്കായിട്ട് ഡാറ്റ ഒക്കെ വരുന്ന ഇങ്ങനെ ഡാറ്റ ക്രിയേറ്റ് ചെയ്യും ചെയ്യണം. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ 20,000 വരെയുള്ള ഡാറ്റ ഇതിൽ വന്നു. ഇതിന് വേണം ഇവിടെ നമുക്കൊരു 2000 വെച്ച് കണ്ട് ഇതിന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാവും. 2000 വെച്ച് സ്റ്റെപ്പ് ചെയ്യും, അപ്പം ആ കുറച്ചുള്ളൂ. 1, 2000, 4000, 6000, 8000, 10,000 വളരെ കുറച്ചുള്ളൂ. 18,000 മറ്റേത് 18,000-ന്റെ 1 പിന്നെ 2000, 20,000 കടന്നു പോകും. നമുക്ക് 20,000 വരുള്ളൂ, 19,999 വരുള്ളൂ. അതുകൊണ്ട് അവിടെ 18-ൽ നിന്നു. അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് റേഞ്ച് വെച്ചുള്ള ഒരു ഗുണം വെച്ചാൽ ഇതൊരു പ്രാക്ടിക്കൽ കേസ് ആയിരിക്കും ചിന്തിക്കുക. ഇപ്പൊ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ കാര്യമില്ല, ഇങ്ങനെ ഒരുപാട് നമുക്ക് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ റേഞ്ച് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇതിപ്പോ കണ്ടില്ലേ, 1 മുതൽ 6 വരെ കൊടുത്തപ്പോ 1, 2, 3, 4, 5, 6 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂ എന്ന് പറഞ്ഞ ഇതിലോട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എവിടെ ഈ ന്യൂ പ്രിന്റ് ചെയ്താലും, മീൻസ് മുകളിലോട്ടല്ല അടിയിലോട്ട് എവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ വരും. ന്യൂ ആണ് പ്രിന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡാറ്റ ഇനി എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത് റെഡിയായി, റേഞ്ച് റെഡിയായി. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ നോക്കാം. ചെക്ക് ഇഫ് എ നമ്പർ ഈസ് ഇവൻ. ഇവൻ എന്ന് പറഞ്ഞൊന്നുമില്ല, അത് എന്താ പറയാ, മൾട്ടിപ്പിൾ ചെയ്യുന്ന 2, 4, 6, 8, 10 ആ റേഞ്ചിലുള്ള വാല്യൂസ് ആണ് ഇവൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നത് മോഡുലോ ഓപ്പറേറ്റർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതൊരു ഫംഗ്ഷൻ, അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഇവൻ നമ്പറിന് നമ്മൾ മോഡുലോ, അത് നമ്മൾ കോമൺ ആയിട്ട് മാത്സിലുള്ള ഒരു ബേസിക് മാത്സ് ആണല്ലോ. അപ്പൊ ഈ സംഭവം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫോർ i ഇൻ റേഞ്ച് ഇവിടുന്ന് വരെ നമ്മള് ഈഫ് കണ്ടീഷൻ, അതാണ് ഞാൻ പണ്ട് ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്ത് പോയത്. ഫോർ ലൂപ്പോട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടിയതാണ് ഒരു ഫോർ ലൂപ്പ്. ഇപ്പൊ ഇതിൽ ഈഫ് കണ്ടീഷനും വന്ന്, ഇപ്പൊ ഈഫ് i മോഡുലസ് എന്താ പറയാ 2 ഈക്വൽ ടു 0 പ്രിന്റ് യെസ് ഐ ആം ഈവൻ നമ്പർ. ടെക്സ്റ്റ് ഒന്ന് നോക്കട്ടെ. അതിന്റെ കൂടെ നമുക്ക് അത് ഏതാണ് നമ്പർ എന്ന് പറയണ്ടേ. ആ നമ്പറുകളൊക്കെ ഇവൻ നമ്പർ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് എന്താ വെച്ചാൽ അടുത്ത പ്രോബ്ലം ജസ്റ്റ് ഒന്നുകൂടി ഇത് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1 മുതൽ 21 വരെ, ഇപ്പൊ ഈ ഇതിൽ കേസിൽ നോക്കണം 1 മുതൽ 21 വരെ, എന്ന് വെച്ചാൽ 1 മുതൽ 20 വരെ ഉള്ള നമ്പറിൽ ഈ നമ്പറിന് പറയുന്നത് ഓരോ വാല്യൂ 1, 2, 3, 4, 5
if നമ്പർ if 1 മോഡുലസ് 2 വെച്ച് കഴിഞ്ഞാൽ അത് ഇവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യാണ്, ആണെങ്കിൽ പ്രിന്റ് ചെയ്യും. 2 ഇവൻ നമ്പർ ആണ്, 3 വരുമ്പോൾ ഇവൻ 0 ആവില്ല. അപ്പൊ ഈ ഒറ്റ സംഖ്യക്കൊന്നും 0 ഈക്വൽ ആവില്ല. ഇവൻ നമ്പർ ആണെങ്കിൽ മാത്രമേ 0 ഈക്വൽ ആവുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ബേസിക് മാത്സ് ആണ്. അപ്പൊ ജസ്റ്റ് എന്താ മോഡൽ ഓപ്പറേറ്റർ എന്താണ്, ഇവൻ നമ്പർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ലാണ്ടെങ്കിൽ മടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, നോ പ്രോബ്ലം. റേഞ്ച് നമ്മൾ നോക്കി, ഒരു പ്രോബ്ലം നമ്മൾ നോക്കി. ഇനി നമുക്ക് വേറെ പ്രോബ്ലം നോക്കാം. പ്രിന്റ് സ്ക്വയർ ഓഫ് എ നമ്പർ ഫ്രം 1 to 5 വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള നമ്പറിന്റെ സ്ക്വയർ പ്രിന്റ്. സ്ക്വയർ പ്രിന്റ് 1x1, 2x2, 3x3, 4x4 അങ്ങനെ. അപ്പൊ 1 മുതൽ 5 വരെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലിസ്റ്റിന്റെ ആവശ്യമില്ല. റേഞ്ച് കൊടുത്തുകാണ്ട് 1 മുതൽ 6 വരെ കൊടുത്താൽ പോരെ. ഇപ്പൊ ഫോർ നമ്പർ ഇൻ നമ്മളെ റൂളാണ്, 4 ഇൻ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇപ്പൊ നമ്മൾ എന്യൂമറേറ്റ് കൊടുത്ത മാതിരി റേഞ്ച് പറഞ്ഞ ഫംഗ്ഷനിൽ 1 മുതൽ 6 വരെ കൊടുത്താൽ 1 മുതൽ 5 വരെ നമുക്ക് വാല്യൂ കിട്ടും. 1, 2, 3, 4, 5 നമ്പർ കിട്ടി. പിന്നെ ഈ പ്രിന്റിന്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റും നമ്പറൊക്കെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പ്രിന്റിൽ എന്ത് സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൊടുത്ത്, അതിനുശേഷം കോമ ഇട്ടിട്ട് ആ നമ്പർ കൊടുത്ത്, കോമ ഇട്ടിട്ട് ഈസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൊടുത്ത്, അതിനുശേഷം കോമ ഇട്ടിട്ടാണ് നമ്പർ ഇൻറ്റു നമ്പർ. നമ്പർ 1 ആണ് 1x1, 2x2, 3x3. ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോ നമുക്ക് വലിയ വാല്യൂ വേണ്ട, 1 മുതൽ 10 വരെയുള്ള വാല്യൂ എടുത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. എന്താ പറയുക, നമുക്ക് എന്ത് വേണമെങ്കിൽ ഹിയർ, അതിനുശേഷം കോമ എടുത്ത് നമ്മൾ ഐ കൊടുത്ത് അതിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് വേരിയബിൾ എന്ത് നെയിമും കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഞാനൊരു ടെക്സ്റ്റ് കൊടുത്ത് ഈസ് ഹിയർ ഐസ്. ഇവിടെ എത്രയാണ് ആ നമ്പർ. നമ്മൾ നമ്പർ വേണമെന്നുണ്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ വരും. എന്താ ഇഷ്യൂ, കോമ കൊടുത്തില്ല. കോമ കൊടുത്താലേ സെപ്പറേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി സ്ട്രിങ്ങും എന്താ ഇൻഡിജർ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി. അപ്പൊ എന്തായി, ഹിയർ 1 ഈസ് 1. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യണത്, ഇൻറ്റു ഐ. അച്ഛാ ഐ ഇൻറ്റു ഐ ആണ്. ഐ എത്ര, 1, 2, 3, 4. അപ്പൊ അതേ ഇൻറ്റു അത് 2x2. നമുക്ക് ഇതിവിടെ എന്താ പറയാ പ്രിന്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്റെ വിശ്വാസം. എഫ് സ്ട്രിങ്, ഇതിനുള്ളിൽ എഫ് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് നോക്കട്ടെ. എറടിക്കും നോക്ക, ഒരു പരീക്ഷണല്ലേ. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ്ലി എഫ് സ്ട്രിങ് ആക്കി മാറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ എഫ് സ്ട്രിങ് അതിന് ശേഷം വന്ന ഒരു എന്താ പറയാ സംഭവമാണ്. ആദ്യം പ്രിന്റ് ആണ് വന്ന്, പിന്നെ എഫ് സ്ട്രിങ് പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ എഫ് സ്ട്രിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹിയർ ചെയ്തിട്ട് എന്താ പറയാ ഐ കൊടുത്ത്, ഐ കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുക്കണം. ഒരു മിനിറ്റ്, ഓക്കെ, കൺഫ്യൂഷൻ വരില്ല. നമുക്ക് തൽക്കാലം പ്രിന്റിന്റെ ഉള്ളിൽ പുറത്തെടുത്ത് ചെയ്താൽ. എഫ് സ്ട്രിങ് പറയുന്നത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ഒരു എഫ് വരും, അതിനുശേഷം ഡബിൾ കോട്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. ഹിയർ കോമ, അത് കോമ ഉണ്ടായിക്കോട്ടെ. ഹിയറിന് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ആണ് വരേണ്ടതുണ്ടെങ്കിൽ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈസ് കൊടുക്കുക. ആക്ച്വലി ഇവിടെ കോമ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഹിയർ 1 ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇവിടെ എങ്ങനെയും കൊടുത്തു. ഇതിനാണ് ഇപ്പൊ എന്താ ചെയ്തത്, ഐ ഇൻറ്റു ഐ. എല്ലാം ഒരു ട്രൈയിങ് അല്ലേ. അപ്പൊ എന്തായി, എഫ് ഹിയർ ഐ ഈസ് ഐ. നമുക്കിവിടെ വാല്യൂ കാണുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐ കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു ഇത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു ഐ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ അതുപോലെ വരും. ഇതിങ്ങനെ ഒന്നും ആവശ്യമില്ല, ഞാൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാല്
ഒന്ന് ഈസ് ഇങ്ങോട്ട് പിന്നെ നമ്മളെ ഐ ഇൻറ്റു ഐ ആണ് അതവിടെ അതേമാതിരി കാണിക്കുക. എത്ര ഉള്ളു? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാവും മതി. നമ്മൾ ഗുണിക പട്ടികയാണല്ലേ 1x1, 2x2, 3x3, 4x4. അപ്പൊ ഇതിലിവിടെ ഞാൻ ഇങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. നമുക്കത് നോർമലി എന്താ പറയാ പ്രിന്റിൽ ചെയ്യുന്നതിനെക്കാട്ടി സുഖം എഫ് സ്ട്രിങ്ങിലാണ്. എഫ് സ്ട്രിങ്ങിൽ നമുക്ക് എന്താണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നേരെ ഇട്ട് ഇതിനുള്ളിൽ കൊണ്ടുപോയി കൊടുക്കാനും പറ്റും. ആ നേരെ എഫ് സ്ട്രിങ് അതിനുള്ളിൽ കൊണ്ടുപോയിടുക, പ്രിന്റ് ആയി, അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് സ്ട്രിങ് ആയിട്ടും എഴുതാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ രണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രിന്റിൽ നമ്മൾ ഇത്ര ലൈനായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നമുക്ക് സ്ട്രിങ് ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ എഴുതുക. പിന്നെ നമുക്ക് വേണ്ട വാല്യൂ അതുപോലെ തന്നെ, കാരണം വാല്യൂ ഇട്ടിട്ട് എഴുതണം. നമ്പറിന് സ്ട്രിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്പർ ഒരു സ്ട്രിങ് ആയിട്ടുള്ള നമ്പറായി മാറും, വാല്യൂ ആവില്ല. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഐനെ ഇങ്ങനെ കൊടുത്ത് വിചാരിച്ചോളൂ. അപ്പൊ എന്താ ഉണ്ടാകുന്നു? ഓക്കെ, ഇവർ ഈ ഐനെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലില്ല. ഇതിനിവിടെ കംപ്ലീറ്റ്ലി ഇങ്ങനെ എടുത്ത് ഓക്കെ. ഓക്കെ ഫൈൻ, ആലോചിക്കായിരുന്നു. അപ്പൊ ഇവിടെ എന്താ മിസ്റ്റേക്ക് വന്നത് എന്ന് നമുക്ക് നോക്കാം. ബഗ് വരല് നോർമലാണ്. ഇവിടെ ഞാൻ ആക്ച്വലി ഡബിൾ കോട്ടാണ് യൂസ് ചെയ്തത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ. എന്താ വെച്ചാൽ നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഡബിൾ കോട്ട് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഡബിൾ കോട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ പൈത്തൺ എന്താ ചിന്തിക്കുന്നത്? ഇതിവിടെ അവസാനിച്ചു, ഇതിവിടെ നിന്ന് ഇവിടെ അവസാനിച്ചു, അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ഞാൻ അതിനെന്ത് ചെയ്യണം? സിംഗിൾ കോട്ടിലോട്ട് കൊടുക്കണം. അല്ലാണ്ടെങ്കിൽ ഇതിനെ സിംഗിൾ കോട്ടിലോട്ട് കൊടുക്കണം. ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം, കണ്ടില്ലേ? ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യണം. കാരണം ഒരേ വാല്യൂ, നമ്മൾ ഒരേ വാല്യൂ രണ്ടുപേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ ആർക്കാരും കൺഫ്യൂഷൻ ആവില്ല. പൈത്തൺ കൺഫ്യൂഷൻ ആവുന്നു. സോ പൈത്തൺ പറഞ്ഞ റൂളാണ് അങ്ങനെ ചെയ്യരുത്. സിംഗിൾ കോട്ടിനുള്ളിൽ ഡബിൾ കോട്ടും, ഡബിൾ കോട്ടിനുള്ളിൽ സിംഗിൾ കോട്ടും വെച്ച് ഹാൻഡിൽ ചെയ്യുക. പ്രിന്റ് ഈച്ച് ലെറ്റർ ഇൻ വേർഡ്. അപ്പൊ ഇത് സിമ്പിൾ ആണ്, ഓരോ വേർഡും കയറി ഇറങ്ങും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എക്സ് എന്ന് പറയുന്നത് പൈത്തൺ ആണ്. ഫോർ ഐ ഇൻ എക്സില് പ്രിന്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? പൈത്തണ് പ്രിന്റ് ചെയ്ത്. എന്തുകൊണ്ടാ അറിയോ? നമ്മളെന്താ പ്രിന്റ് ചെയ്യണ? പൈത്തൺ അല്ലേ. എക്സ് എന്താ? പൈത്തൺ ആണ്. നമുക്ക് വേണ്ട എന്താ? ഐ അല്ലേ. ആലോചിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആകരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കോഡ്, മനസ്സിലാവും. ഫോർ ഐ ഇൻ എക്സ് പ്രിന്റ് ആയി. ഞാൻ ആദ്യം എന്താ ചെയ്തത് അത് മനസ്സിലായില്ലേ? നമ്മൾ ഫോർ ഐ ഇൻ എക്സ് എന്ന് പറയുമ്പോൾ ഓരോ ഐയും ഇപ്പൊ പി വൈ ടി എച്ച് ഒ എൻ 5 വട്ടം ഞാൻ പ്രിന്റ് ചെയ്തത് എന്താ? എക്സ് ആണ്. എക്സ് എന്താ? പൈത്തൺ. പൈത്തൺ 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 പ്രിന്റ് ആയി. അപ്പൊ അതൊക്കെയാണ്. ഇനി നെസ്റ്റഡ് ലൂപ്പ് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് ലോജിക്ക് ചിന്തിച്ചാൽ മതി. 2 ലൂപ്പ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ലൂപ്പ് റോ, രണ്ടാമത്തെ ലൂപ്പ് കോളം. റോയും കോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റോ മാത്രം നോക്കാൻ ഫസ്റ്റത്തെ ഫോർ ലൂപ്പും കോളം മാത്രം നോക്കാൻ സെക്കൻഡ് ഫോർ ലൂപ്പും. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഫോർ റോ ഇൻ റേഞ്ച് 3. റേഞ്ച് 3 എന്ന് പറഞ്ഞാൽ 0, 1, 2 നമുക്ക് ഓൾറെഡി അറിയാം. 0, 1, 2. ഫോർ കോൾ ഇൻ റേഞ്ച് 5 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4. അപ്പൊ ആക്ച്വലി 0, 1, 2, 3 എന്ന് പറഞ്ഞത് 3 കോളായി. 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ 3 റോയും 5 കോളവും ആയി. നമുക്ക് ഒന്ന് ബാക്കിലോട്ടാണെങ്കിൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 ഇല്ല, 2 വരെ ഉള്ളൂ. പക്ഷെ 0, 1, 2 ആണ്. 0, 1, 2.
5 പേരിൽ 4 വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ 0, 1, 2, 3, 4 അപ്പൊ 5 ഉണ്ടാവും, 3 ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്, ഫോർ റോ ഇൻ റേഞ്ചില്, അപ്പൊ റോ ഇൻ റേഞ്ച് പറഞ്ഞ ഫസ്റ്റ് റോയില് നിന്ന് ഇനി അവിടെ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഫോർ ലൂപ്പിലോട്ട് പോയാൽ ഇനി രണ്ടാമത്തെ ഫോർ ലൂപ്പ് റൺ ചെയ്യാണ്. രണ്ടാമത്തെ ഫോർ ലൂപ്പ് റൺ ചെയ്ത് കഴിഞ്ഞിട്ടേ ഒന്നാമത്തെ ഫോർ ലൂപ്പിലോട്ട് വരുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഫോർ ലൂപ്പ് രണ്ടാമത്തെ റോയിലോട്ട് ചാടുമ്പോൾ വീണ്ടും എന്താ ചെയ്യുന്നത്, അടുത്ത ലൈന് വിളിക്കും. അടുത്ത ലൈന് വീണ്ടും എന്താ ഒരു ഫോർ ലൂപ്പാണ്. അപ്പൊ സിമ്പിളാക്കി ഒന്നുകൂടി പറഞ്ഞുതരാം, നമുക്ക് ചെയ്ത് കാണിക്കാം, അതാ നല്ലത്. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫോർ റേഞ്ച് വെച്ചാണ് ചെയ്യുന്നത്. എന്തായാലും ആവട്ടെ, ഫോർ വണ്ണിൻ ആണ് കൺഫ്യൂഷൻ ആവും. ഫോർ വാല്യൂ റേഞ്ച് 1 മുതൽ 10 വരെ. അപ്പൊ 1 മുതൽ 10 വരെ ഓടുകയാണ്. വലിയൊരു ഇതാവുക ലൂപ്പാവും. 1 മുതൽ 4 വരെ മതി. അപ്പൊ 1, 2, 3 റോ ഉണ്ടാവും. ഇപ്പൊ എന്താണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ റോയിലോട്ട് കയറി. അപ്പൊ ഈ നമ്മൾ ഈ ലൈനിൽ ഒന്നാമത്തെ റോയിലോട്ട് കയറി. ഇനി നമ്മൾ എന്താ വിളിക്കുന്നത്, ഫോർ ന്യൂ വാല്യൂ ഇൻ റേഞ്ച് 1 to 4 സെയിം വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്ടാണ് അറിയോ, ആദ്യം നമ്മളൊരു റോയിലോട്ട് കയറി. ആ റോയില് നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലോട്ട് പോയപ്പോൾ വീണ്ടും ഒരു ഫോർ ലൂപ്പ് വിളിച്ചു. ഫോർ ലൂപ്പ് വിളിച്ചാൽ എന്താ ഉണ്ടാകുക നമുക്കറിയാം. ഫോർ ലൂപ്പ് വിളിച്ചാൽ നമ്മൾ അതിലൂടെ ഓടും. അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഓടണം. അപ്പൊ ഈ കേസിൽ ഈ ഫോർ ലൂപ്പിലോട്ട് നമ്മൾ കയറി. അപ്പൊ ഈ കയറി സമയത്ത് തന്നെ ഒരു ഫോർ ലൂപ്പ് എക്സാം കഴിഞ്ഞാൽ ഒരു കാര്യം വിളിച്ചിട്ട് അയാളെ പിന്നെ വിളിച്ച് അതങ്ങനെ അങ്ങനെ പോയി പിന്നെ അവസാനം ഇങ്ങോട്ട് എത്താണ്ട്. അതേ ഒരു കൺസെപ്റ്റ്. ആദ്യം ഒരു ഫോർ ലൂപ്പ് വിളിച്ച് നമ്മൾ ഒന്നെടുത്ത്, ഒന്നാമത്തെ റോ, മേലത്തെ റോ എടുത്ത്, ഇനി നമ്മൾ എന്ത് ചെയ്ത് അതിനുള്ളിൽ പോയാലപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ഉള്ളിൽ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്, അത് ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോ ഇത് റോ ആണ്, 1, 2, 3, 4 അടിയിലോട്ട്. അപ്പൊ ഈ ഒന്നാമത്തെ റോയിലോട്ടാണ് കയറിയപ്പോ മനസ്സിലായി റോയിൽ ഇനി കുറെ അങ്ങോട്ട് പോവാണ്ട്. അപ്പൊ ഈ അങ്ങോട്ട് പോവലാണ് രണ്ടാമത്തെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 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 ലൂപ്പ് ഓടി 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 പോകണം. അപ്പൊ രണ്ടാമത്തെ ലൂപ്പിൽ എന്താ പറയുന്നത്, വാല്യൂ റേഞ്ച് 1 മുതൽ 4 വരെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, പ്രിന്റ് എൻ വാല്യൂ, നമുക്ക് എന്ത് വേണം പ്രിന്റ് ചെയ്യുമല്ലോ. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അത് കഴിയുന്നത് വരെ അതിന്റെ ഉള്ളിൽ തന്നെ പ്രിന്റ് ചെയ്യണം. നമ്മൾ അറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഈ അസൈൻ ഈക്വൽ ടു ഒക്കെ എന്തായാലും പ്രശ്നങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു എംപ്റ്റി സ്ട്രിങ് കൊടുക്കുന്നു. അപ്പൊ എന്തായി, ആ വാല്യൂസ് 1, 2, 3 അത് അതിന്റെ ഉള്ളിൽ തന്നെ പ്രിന്റ് ചെയ്യും. അപ്പൊ നോക്കട്ടെ എന്താ സംഭവിക്കണം നോക്ക്. ഇവിടെ മൊത്തം എന്താ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പൈത്തനോട് പറയുന്നേ അല്ല അടുത്ത ലൈനിലോട്ട് പോവാൻ. അപ്പൊ എന്താ നമ്മൾ ഒന്നുകൂടി കോഡിലൂടെ പോയി നോക്കുകയാണ്. ഫോർ വാല്യൂ റേഞ്ച് 1, 2, 3, 4 1, 2, 3 വരെ വേണ്ട, 1, 2, 3 തന്നെ വരുന്നത് ഇവിടെ. പിന്നെ 1, 2, 3. അപ്പൊ 1, 2, 3 ഒന്നെടുത്ത് നമ്മളൊരു പെന്നും പേപ്പർ എടുത്ത് ഒരു നോട്ടിലേക്ക് വന്ന് ഫസ്റ്റ് എഴുതാൻ തുടങ്ങുകയാണ്. എഴുതാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഈ വരി കുറെ ലെങ്ത് ഉണ്ട്. നമ്മൾ ആ വരി മൊത്തം എഴുതി തീർത്തിട്ട് അതുവരെ നമ്മൾ ആ ലൈനിലല്ലേ എഴുതുന്നത്. ആ ലൈനിൽ തീരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, ഓക്കെ ഞാൻ അടിയിലോട്ട് പോവാണ്. അപ്പൊ അടുത്ത ലൈനിൽ വന്ന് എഴുതി 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 അതിന്റെ എൻഡ് എത്തുമ്പോൾ അടിയിലോട്ട് പോകും. അപ്പൊ എൻഡ് എത്തുമ്പോൾ നമ്മൾ അടിയത്തെ ലൈനിലോട്ട് പോകും. സെയിം ലോജിക്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഫോറിൽ ഫസ്റ്റത്തെ റോ എടുത്ത് കമന്റ് ചെയ്തെന്ന് കാര്യകാരം ഇത് റോ ആണ്. റോ എടുത്ത് ഇത് കോളാണ്. അപ്പൊ എന്ത് ചെയ്ത് ഫസ്റ്റത്തെ റോയിലോട്ട് കയറി, ഫസ്റ്റത്തെ ലൈൻ നമ്മളെ ബുക്കിന്റെ ഒരു പേപ്പർ ഫസ്റ്റത്തെ പേപ്പറിലോട്ട് കയറി, അല്ല ഫസ്റ്റത്തെ ലൈനിലോട്ട് കയറി. ലൈനിലോട്ട് കയറിയപ്പോൾ ലെങ്ത് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്ത് നമ്മള് ഈ ലെങ്ത് ആണ് ഈ ഫോർ ലൂപ്പിന് ആലോചിച്ചത്. അതിന് മുന്നോട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ എന്താ പറയണേ, 1 മുതൽ 3 വരെ, 4 മുതൽ 3 വരെ, 1, 2, 3 വരെ ആ എൻ വാല്യൂ എന്ന് പറഞ്ഞത് അവിടെ പ്രിന്റ് ചെയ്യുക. അതല്ല നമ്മൾ ഈ ഫംഗ്ഷൻ ഇതുവരെ നമ്മൾ ചെയ്തതാണ് ഈ ഒരു സംഭവം. അത് ആലോചിച്ചത് മേലത്തെ മറന്നാളെ നമ്മൾ ആ ലൈനിൽ നിൽക്കല്ലേ, ഇനി ഇവിടെ ആലോചിക്കുക. അപ്പൊ വാല്യൂല് റേഞ്ചിൽ 1 മുതൽ 4 വരെ എടുത്തിട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ 1, 2, 3. അപ്പൊ ഈ 1, 2, 3 കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കണത് എൻഡ് ചെയ്യേണ്ട സെയിം ലൈനാണ്. പക്ഷെ 1, 2, 3 കഴിഞ്ഞപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ഇത് ഇവിടെ കഴിഞ്ഞു, ഇനി അടുത്ത ലൈനിലോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ,
ഒരു എം ടി പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയട്ടെ പ്രിന്റ് ഫംഗ്ഷൻ വിളിച്ച് ഓട്ടോമാറ്റിക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൈൻ അടിയിലോട്ട് പോകും. അത് എപ്പോഴും ഓർക്കും. ഇപ്പൊ എക്സാമ്പിൾ ഇതിവിടെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോ ഞാൻ പ്രിന്റ് മൈ നെയിം കൊടുത്തിട്ട് പ്രിന്റ് ഓക്കെ ആണ് കൊടുത്താൽ ഇപ്പൊ ഇതിന് നോക്കരുത്, മേലെ വരുന്ന ടെക്സ്റ്റ് മാത്രം നോക്കുള്ളൂ. ഞാനൊരു മൈ നെയിമും ഓക്കെ, ഇതിനിടയിൽ സ്പേസ് ഇല്ലല്ലോ, പക്ഷെ അതിനിടയിൽ വെറുതെ പോയിട്ട് ഇങ്ങനെ സ്പേസ് കൊടുത്തുകൊണ്ട് റൺ ചെയ്ത് നോക്കാം. ഒരു മാറ്റമില്ല, സ്പേസ് കൊടുക്കൂല. പൈത്തനോട് അങ്ങനെ പറഞ്ഞ പൈത്തൻ സ്പേസ് കൊടുക്കൂല. പക്ഷെ ഞാൻ സെയിം ലൈനിൽ എഴുതാൻ പാടില്ല. ഞാൻ ഒരു പ്രിന്റ് ഇവിടെ എക്സ്ട്രാ കൊടുത്ത് എം ടി പ്രിന്റ് കണ്ട സ്പേസ് വന്നു. ഞാൻ നേരത്തെ മാതിരി VS കോഡ് യൂസ് ചെയ്യണം, ഓർമ്മയില്ലേ? കണ്ട എത്ര സ്പേസ് വന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എം ടി പ്രിന്റ് നമുക്കൊരു സ്പേസ് തരും. അത് ഈ ഫോർ ലൂപ്പിലുള്ള ലോജിക് അല്ല, അത് ഔട്ട് സൈഡ് ലോജിക് ആണ്. അതിന് ഞാൻ പുറത്ത് കാണിച്ചു തന്നെ. അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്മളെ നോട്ട്ബുക്കിലെ റോയിലോട്ട് വന്നിട്ട് ആ റോ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ അതേ ലൈനിൽ പോകാൻ നമ്മൾ എൻഡ് ഇത് ലൈൻ സെയിം ലൈനിൽ കൊടുക്കണം പറഞ്ഞു. അപ്പൊ 1 മുതൽ 3 വരെ പ്രിന്റ് ചെയ്യും. 1 2 3 പ്രിന്റ് ചെയ്ത് ആ ലൂപ്പ് കഴിഞ്ഞില്ലേ, 1 2 3 ലൂപ്പിൽ നിന്ന് പുറത്തു പോയി. അപ്പൊ ഈ ഒരു ലൂപ്പിൽ 1 2 3 അതുണ്ടാവുള്ളൂ. 1 2 3 അത് കഴിഞ്ഞാൽ ഇനി ഈ ലൂപ്പിൽ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വയൽ ലൂപ്പ് ആണെങ്കിൽ കണ്ടീഷൻ ക്ലിയർ ആവുന്നത് വരെ, ഫോർ ലൂപ്പ് ആണെങ്കിൽ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലുള്ള വാല്യൂ എൻ്റർ ചെയ്ത് വരുന്നവരെ. ഇവിടെ ഇപ്പൊ ഞാൻ 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9, പക്ഷെ ഇവിടെ 4 കൊടുത്തത്. അതുകൊണ്ട് 1 2 3 അത് 3 പ്രിന്റ് അടിയിലോട്ട് പ്രിന്റ് ചെയ്യണ പകരമാണ് ഞാൻ അടിയിലോട്ട് തന്നെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. അടിയിലോട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിയിലോട്ട് 1 2 3 1 2 3 വരെ പോയില്ലേ. ഇപ്പൊ ഇവിടെ സ്പേസ് കാണുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ഇവിടെ ഒരു പ്രിന്റ് എം ടി സ്പേസ് കൊടുത്തുകൊണ്ടാണ്. ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രിന്റ് ചെയ്യണം. ഇപ്പൊ ഈ സംഭവങ്ങൾ എടുത്തിട്ട് ഇതിവിടെ നോക്കണ്ട, ഇതിവിടെ ഇതത് തൽക്കാലം ഇവിടെ ഒഴിവാക്കിയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കുക. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫോർ ലൂപ്പിൽ ഇവിടെ നിങ്ങൾ പ്രിന്റ് വാല്യൂ കൊടുത്തിട്ട് ഇവിടെ ഒരു പ്രിന്റ് കൊടുക്കുകയാണ്. ഞാൻ ഇതിനുള്ളിൽ വാല്യൂ കൊടുക്കട്ടോ. ഇപ്പൊ എന്താ ഉണ്ടാകും നോക്ക്. മേലത്തെ ഫോർ ലൂപ്പ് മറന്നാളാ. 1 2 3 അത് കഴിഞ്ഞ ശേഷം 2 1 2 ആണ്. അത് ഒപ്പം തന്നെ ഒന്നിന് വൃത്തിയില്ല, എനിക്ക് അവിടെ ഒരു സ്പേസ് വേണമായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു എം ടി സ്പേസ് കൊടുത്താൽ ഒന്ന് അടിയിലോട്ട് വരും, വേറെ വേറെ കാണിക്കും. ഈ സെയിം ഫംഗ്ഷൻ ആണ് ഈ സെയിം മെത്തേഡാണ് ഞാൻ ഈ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഈ ഫസ്റ്റത്തെ റോ മുകളിലെ പാരന്റ് ആയിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഈ ഫോർ ലൂപ്പിൽ 1 2 3 4 പറഞ്ഞ വാല്യൂ പ്രിന്റ് ചെയ്തിട്ട് ഒരു എം ടി സ്പേസ് കൊടുത്തു. ഫസ്റ്റത്തെ റോ വന്നു, അതിന്റെ ഉള്ളിൽ പറഞ്ഞെന്താ ഒരു ലൂപ്പും കൂടി വിളിക്കുക. ലൂപ്പ് വിളിച്ചാൽ എന്താ, അത് കംപ്ലീറ്റ് ചെയ്യണവരെ വിളിച്ചു കൊടുക്കണം. മറ്റേ ലൂപ്പ് ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഫസ്റ്റത്തെ ലൂപ്പ് വിളിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ വേറെ ഒരാളെ വിളിച്ചിരിക്കണം. അപ്പൊ അയാൾ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഒരാളെ വിളിച്ചു, അപ്പൊ അവന് ഒരു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണ പറഞ്ഞുകൊണ്ട് അവൻ വേറൊരാളെ വിളിച്ചു. അപ്പൊ അവനക്ക് ഉത്തരം അറിയാത്തതുകൊണ്ട് എടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യണ പറഞ്ഞിട്ട് അവൻ വേറെ ആളെ വിളിച്ചു. അങ്ങനെ ഒരു 3-4 ആളെ വിളിച്ചു പോയിട്ട് ഉത്തരം കിട്ടി തിരിച്ചു വന്ന് ലാസ്റ്റത്തെ ആൾക്ക് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. ലാസ്റ്റത്തെ ആള് അവിടെ ഉണ്ട്, മറ്റേ ആളുകൾ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോ ഇവൻ എന്ത് ചെയ്യും, അവസാനം ലാസ്റ്റ് താക്ക് കിട്ടും. അപ്പൊ ഈ 1 2 3 ഉള്ള പ്രിന്റ് നമ്പർ പ്രിന്റ് ചെയ്തിട്ട് ഒരു എം ടി പ്രിന്റ് കൊടുത്ത ഒരു സ്പേസ് അടിയിലോട്ട് പോകും, നല്ല വൃത്തിക്ക് നിൽക്കും. അതിനുശേഷം എന്താണ്, ഈ ഫോർ ലൂപ്പ് എപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ, ഫോർ ലൂപ്പിൽ ഒന്നല്ലേ വിളിച്ചിട്ടുള്ളൂ. ഫോർ ലൂപ്പിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകും. നിങ്ങളിപ്പോ ഇതൊരു ഫോർ ലൂപ്പ് ആയിട്ട് കാണണ്ട, ഇവിടെ ജസ്റ്റ് പ്രിന്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം ഇവിടെ നടക്കും. പൈത്തൺ നടത്തിയതിനു ശേഷം പിന്നെ ഈ ഒരു ലൈനിലോട്ട് പോകൂലേ, അല്ലാതെ ഇവിടെ നിൽക്കൂലല്ലോ. 1 2 3 4 പ്രിന്റ് ചെയ്യില്ലേ, അതിന് പകരം വേറൊരു ഫോർ ലൂപ്പ് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഫോർ ലൂപ്പ് വിളിക്കാം. ഇപ്പൊ ഈ സാധനം ഇവിടെ ഒഴിവാക്കിയിട്ട് ഇതിനെ വീണ്ടും വിളിക്കാം. അത് എത്ര വേണേ നിങ്ങൾക്ക് വിളിച്ചു പോവാം. പക്ഷെ അങ്ങനെ വിളിച്ചു പോകുന്നതിന് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഇപ്പൊ എന്തായി, 1 2 3 പ്രിന്റ് ചെയ്ത് അതിനുശേഷം പ്രിന്റ് അടിച്ച് എന്താ ഉണ്ടാവുക, 1 2 3 1 2 3 1 2 3. അപ്പൊ അത് ഒരേ ലൈനിൽ വരാൻ വേണ്ടി നമുക്ക് എന്താണ് അറിയല്ലോ, ഇനി എന്താ ഉണ്ടാകുക നോക്കുക. ആദ്യത്തെ റോ വന്നു, അഥവാ നമ്മൾ എഴുതാൻ തുടങ്ങിയത് ഈ ലൈനിലാണ്.
അപ്പൊ എന്താണ് എഴുതാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഇതിന്റെ ഉള്ളിൽ ഒരു ലൂപ്പ് ഉണ്ട്, അത് 3 പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1 2 3 പ്രിന്റ് ചെയ്തപ്പോ നമ്മൾ എൻഡ് മറ്റെന്താ പറയുക ലൈനിൽ സെയിം ലൈൻ കൊടുക്കാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻലൈനിൽ തന്നെ എന്തായി ആ 1 2 3 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയപ്പോ കണ്ട് പ്രിന്റ് എം ടി. അപ്പൊ ഒരു എം ടി സ്പേസ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഫോർ ലൂപ്പ് റൺ ആവുമല്ലോ. നമ്മളിപ്പോ പ്രിന്റ് 10 പ്രിന്റ് വാല്യൂ കൊടുത്ത് ഇങ്ങനെ എല്ലാ വാല്യൂ പ്രിന്റ് ആവില്ല. സെയിം ആൻസറിന് ഒരു ലൂപ്പ് കഴിഞ്ഞാൽ അടുത്ത ലൂപ്പ് വർക്കാവും. ഇപ്പൊ നേരത്തെ നമ്മൾ പ്രിന്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ പ്രിന്റ് ചെയ്ത് അടുത്ത വാല്യൂ പ്രിന്റ് ചെയ്യുന്ന മാതിരി. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായി, പിന്നെ ചോദ്യം എന്താ, ഫോർ വാല്യൂ ഇൻ റേഞ്ച് 1 മുതൽ 4. ഒന്നിപ്പോ കഴിഞ്ഞ 2. അപ്പൊ രണ്ടാമത്തെ റോയിലോട്ട് ചാടി. അപ്പൊ വീണ്ടും എന്താ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ വീണ്ടും കുറെ കാര്യങ്ങൾ എഴുതി കൂടെ പറഞ്ഞിട്ട് ഫോർ ലൂപ്പ് കൊടുത്ത് ആ ലൂപ്പിൽ എന്തായി നമ്മൾ എഴുതാണ്. അപ്പൊ എഴുതണ എന്താ 1 2 3 3 എഴുതി കഴിഞ്ഞപ്പോ ആ ലൂപ്പ് തീർന്ന് ആ ലൈൻ എൻഡായി, അടിയിലോട്ട് ചാടി. അപ്പൊ ഒരു എം ടി സ്പേസ് ഉണ്ട്, എം ടി പ്രിന്റ് കൊടുത്ത്. അപ്പൊ അത് എന്താ അടിയിലോട്ട് പോയി ഒരു സ്പേസ് കൊടുത്ത്. എന്നിട്ട് എന്ത് ചെയ്ത് ഈ പ്രിന്റ് എം ടി സ്പേസ് കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാല് അല്ലാണ്ട് എല്ലാം ഒരേ ലൈൻ തന്നെ 1 2 3 1 2 3 1 2 3 വരെ പോകും. അത് വേണ്ട, ഓരോ ലൂപ്പും കഴിയുമ്പോൾ ഒരു അടിയിലോട്ട് പോയിക്കോട്ടെ. അപ്പൊ എന്താ ഇനി മൂന്നാമത്തെ ഫോർ ലൂപ്പിൽ വന്നു. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിലോട്ട് എത്തിയപ്പോ വീണ്ടും പറഞ്ഞു എഴുതി കൂടി. അപ്പൊ അവൻ 1 2 3 എഴുതി. അപ്പൊ അവസാനം എത്തിയപ്പോ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ പറഞ്ഞല്ലോ ഒരു വാല്യൂ ഉണ്ട്, അതിന്റെ മാക്സിമം വരെ കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങി പോകും. അപ്പൊ എന്തായി പ്രിന്റ് പിന്നെ ഫോർ ലൂപ്പിൽ ഓടിയിട്ട് 1 2 3 അത് കഴിഞ്ഞപ്പോ അത് പുറത്ത് ചാടിയപ്പോ പ്രിന്റ്. ആ ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നു, ഇപ്പോ അത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. ഇപ്പൊ നമ്മള് ഇവിടെ പ്രിന്റ് വാല്യൂ കൊടുത്ത് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ഇവിടെ അങ്ങനെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്പം തന്നെ വരും. നിങ്ങൾക്ക് പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രിന്റ് എം ടി കൊടുത്താൽ മതി. ഈ സെയിം സംഭവം എടുത്തുകാണ്ട് ആ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടതാണ്. അത്രേ ഉള്ളൂ. ഈ ഒരു ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടതാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പ്രോപ്പറായിട്ട് ഇൻഡന്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർ ലൂപ്പ് ഓടി അതിനുശേഷം ഒന്ന് പ്രിന്റ് ചെയ്ത് അതിനാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ടത്. അപ്പൊ ഈ സംഭവത്തിന്റെ ഉള്ളിൽ പാരന്റിന്റെ ഉള്ളിലാണ് ഈ സംഭവം വരുന്നത്. അതുകൊണ്ട് ആ പാരന്റ് തീരുന്നത് വരെ അത് വിളിച്ചുകൊണ്ട് ഒരു ബുക്കിന്റെ ഉള്ളിൽ ഒരു 20 ലൈൻ ഉണ്ടാകാം. 20 ലൈനും അടിവരെ ആ ലൈൻ ഓരോ ലൈനിന് ഈ ഫസ്റ്റത്തെ ഫോർ ലൂപ്പും പിന്നെ അങ്ങനെ എഴുതി പോകുന്നതിന് രണ്ടാമത്തെ ഫോർ ലൂപ്പിനും വരെ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ അത്രയും ഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവേണ്ടതാണ്. മനസ്സിലായില്ലെങ്കിൽ മെസ്സേജ് നമ്മൾ ക്ലിയർ ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഫോർ ഐ ഇൻ റേഞ്ച് 3. അപ്പൊ 1 2 0 1 2. ഫോർ കോൾ ഇൻ റേഞ്ച് 5 0 1 2 3 4 5 0 1 2 3 4 വരെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടെ എത്രയാണ് ഈ സ്റ്റാർ നോക്കിട്ടാ എത്ര റോ കോൾ ഉണ്ട് നോക്കിയാൽ 1 2 3 കറക്റ്റ് അല്ലേ. 0 1 2 5 എന്ന് പറയുമ്പോ 0 1 2 3 4 5 വരും. 0 1 2 3 4 അത് കറക്റ്റ് അല്ലേ. ഇനി എന്ത് ചെയ്യുന്നത്, ഫസ്റ്റത്തെ ഫോർ റോ ഇൻ റേഞ്ച് 3. അപ്പൊ ഫസ്റ്റത്തെ റോയിലോട്ട് വന്ന് മൗസ് പോയിന്റർ നോക്കണം. ഫസ്റ്റത്തെ റോയിലോട്ട് വന്നപ്പോ മനസ്സിലായി കുറച്ച് എന്താ പറയാ ഇത് വേറൊരു ലൂപ്പിനെ വിളിച്ച് ഫോർ കോൾ ഇൻ റേഞ്ച് 5. അപ്പൊ പൈത്തൺ മനസ്സിലായി ഓക്കെ ഇത് മുന്നോട്ട് എഴുതാണ്ട്. അപ്പൊ എന്താ വെച്ചാൽ എഴുതാണ്ടുള്ള ഇന്റർ ഭാഷയായിട്ട് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ എന്താ ഫോർ കോൾ ഇൻ റേഞ്ച് 5 എന്ന് പറയുമ്പോൾ 0 മുതൽ 1 2 4 വരെ. അപ്പൊ പ്രിന്റ് ചെയ്യണ എന്താ കോളല്ല, കോളാണ് 0 1 2 3 4 എന്ന് പറഞ്ഞ വാല്യൂ. നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റാർ ആണ്. അപ്പൊ ഇന്നലെ നേരത്തെ നിങ്ങളൊരു ഇന്ത്യയിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലേ, ഞാൻ എക്സ് പ്രിന്റ് ചെയ്തപ്പോ എപ്പോഴും പൈത്തൺ 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 എന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റാർ പ്രിന്റ് ചെയ്ത സ്റ്റാർ 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 വരും. ഒന്ന് കൊടുത്ത് 1 1 1 കോൾ കൊടുത്താൽ വാല്യൂ എത്ര അത് വരും. ഇനി എല്ലാത്തിനും നോക്കി കൂട്ടിയിടണമെങ്കിൽ കോൾ പ്ലസ് 1. അപ്പൊ എന്തായി 1 വരെ 2 2 വരെ 3 3 വരെ 4. ആ ഒരു കളിയാണ് ഇതൊക്കെ ഗെയിം കളിക്കുന്ന മാതിരി. അപ്പൊ സിമ്പിൾ ആണ്. ഫോർ റോ ഇൻ റേഞ്ച് 3. അപ്പൊ എന്താ ഫസ്റ്റത്തെ റോ വന്ന് ഫോർ കോളൻ റേഞ്ച് 5. അപ്പൊ 0 വന്ന് 1 2 3 4 കഴിഞ്ഞു. അപ്പൊ അത് ഓരോ പ്രാവശ്യം എന്താ പ്രിന്റ് ചെയ്യുന്നത് സ്റ്റാർ. ഇനി മൗസ് പോയിന്റർ നോക്ക് 0 1 2 3 4. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് എൻഡ് ചെയ്യരുത്, എൻഡ് ചെയ്യാതെ സെയിം ലൈനിൽ അങ്ങനെ പോയി പ്രിന്റ് സെയിം ലൈൻ. അത് കഴിഞ്ഞു 4 കഴിഞ്ഞപ്പോ അടിയിലോട്ട് ഇറങ്ങിയപ്പോ പ്രിന്റ് എം ടി. അപ്പൊ ഒന്ന് അടിയിലോട്ട് പോയി കണ്ട. ഇത് കഴിഞ്ഞപ്പോ നേരെ അടിയിലോട്ടാ പോയത്. അപ്പൊ എന്തായത് അടുത്ത പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമുക്കറിയില്ല ഒരു ലൂപ്പിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. 4 ഇൻ റോ റേഞ്ച് 3 എന്താ വെച്ച് കഴിഞ്ഞാൽ 0 1.
അപ്പൊ രണ്ടാമത്തെ റോ 1 എന്ന് പറയുന്നത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മനസ്സിലാക്കണം. 1 എപ്പോഴും കൂടി വരും. 1 എന്ന് പറയുമ്പോൾ 2 മാറുകയാണ് ശരിക്കും. 0 1 2 3 4 അങ്ങനെ വരുന്നത്. അപ്പൊ എന്താ ഇവിടെ കോള് വരുന്നത് 1 0 1 0 1. അപ്പൊ ഒന്നിൽ എന്താ പറഞ്ഞു വീണ്ടും 5 വരെ സ്റ്റാർ പ്രിന്റ് ചെയ്യണം. 0 1 2 3 4. അപ്പൊ വീണ്ടും ഒരു empty പ്രിന്റ് കൊടുത്ത് പിന്നെന്തായി അപ്പൊ ലൂപ്പ് വീണ്ടും ഓടി 3 വരുമ്പോ 0 1 2. അപ്പൊ മൂന്നാമത്തെ 0 1 2 അതിൽ വീണ്ടും 4 വരെ 0 1 2 3 4 സ്റ്റാർ പ്രിന്റ് ചെയ്തു, empty ചെയ്തു, പ്രിന്റ് ചെയ്തു, empty പ്രിന്റ് ഒന്ന് അടിയിലോട്ട് ഇട്ട് ഫോർ ലൂപ്പിൽ വന്നപ്പോ മനസ്സിലായി 4 i in range 3 0 1 2 മൊത്തം കംപ്ലീറ്റ് ആയി. ലൂപ്പ് പുറത്ത് ചാടി. ലൂപ്പ് പുറത്ത് ചാടിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രിന്റിനെ നിങ്ങൾക്ക് ഇവിടെയും കൊടുത്തിടാം. പക്ഷെ ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ സമയത്ത് ഇവിടെ അപ്പൊ എന്തായി അത് വീണ്ടും ഒരു സ്പേസ് കൊടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ നിങ്ങള് ഒരു പ്രിന്റ് കൊടുത്ത് ഇവിടെ എന്താണ്ടാണ് നോക്ക്. ഓക്കെ, നമുക്ക് തൽക്കാലം ചെറിയ വാല്യൂ ഇടാം. ഞാൻ നോക്കിയിട്ടില്ല എന്താ സംഭവം. ഓക്കെ, സിൻടാക്സിന്റെ ഇഷ്യൂ 4 i in range. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ 1 2 3 1 2 1 2 3 വന്ന്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു പ്രിന്റ് വിളിച്ച്. അപ്പൊ ഈ ഒരു പ്രിന്റ് വിളിച്ചോണ്ടുള്ള സ്പേസ് ആണിത് മൂന്നെണ്ണത്തിനും. ഇനി ഇവിടെ എനിക്ക് തോന്നുകയാണ് ഇത് കഴിഞ്ഞപ്പോ എന്താ പറയാ ഈ പ്രിന്റ് വിളിച്ചതുകൊണ്ട് ഇവിടെ ഒരു പ്രിന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ ലാസ്റ്റിൽ ഒരു കുറച്ചും കൂടി പ്രിന്റ് വേണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ 3 പ്രിന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രിന്റ് വരും, കൂടുതൽ സ്പേസ് വരും. അപ്പൊ ഇതിവിടെ എന്തുകൊണ്ടാണ് ഒന്നിച്ചു വരാത്തത്? സിമ്പിൾ ആണ്, മനസ്സിലായ ആ ലോജിക് കിട്ടിയാൽ പിന്നെ ഫുള്ള് ആവും. പിന്നെ കോംപ്ലക്സ് ഉള്ള പ്രോബ്ലം വരുമ്പോൾ ആരായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കുക, അത്ര ബേസിക് നന്നായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ആ റോ കോളം വെച്ചുള്ള പരിപാടി നോക്കി. ഇനിയിപ്പോ ഒരു പ്രിന്റ് ട്രയാങ്കിള് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നെസ്റ്റഡ് ആയിട്ട് വേണം. കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള റോ കോളംസ് ഉണ്ടെങ്കിൽ അവിടെ ഫോർ ലൂപ്പ് ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. ഫോർ ലൂപ്പിൽ നെസ്റ്റഡ് ലൂപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റൂല, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് 1 മുതൽ 6 വരെ പറഞ്ഞാൽ 1 മുതൽ 5 വരെ 1 2 3 4 5. അപ്പൊ എന്തായി റേഞ്ച് ഫോർ നമ്മിൻ റേഞ്ച് 1. അപ്പൊ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും റോ എന്ന് പറഞ്ഞത് എത്ര ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോർ നമ്മിൻ റേഞ്ച് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് അയാൾ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്ത്. പക്ഷെ അയാളെ എൻഡിങ് എന്താ അയാൾ ചെയ്താലോ റോ കൊടുത്ത്. റോ എന്ന് പറഞ്ഞ എത്ര ഈ വാല്യൂ ആണ്. അപ്പൊ ആദ്യം 1, പിന്നെ ഒരു 2, പിന്നെ ഒരു 3, പിന്നെ ഒരു 4, പിന്നെ ഒരു 5, അതങ്ങനെ കൂടി കൂടി വരും. അപ്പൊ ഇത് കേസിൽ 1 എടുത്തു. അപ്പൊ 1,1 പ്ലസ് 1 ചെയ്ത് നോക്കാം. ഇപ്പൊ 4 i in range 1 മുതൽ 4 വരെ 4 k in range. അപ്പൊ ഞാൻ ആദ്യം 1 ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തു. ഇനി എനിക്ക് i എത്ര 1 i പ്ലസ് 1. അത് വെച്ച് കഴിഞ്ഞാല് വെറും i എന്ന് പറയുന്നതും 1,1 പറയുന്നത് സെയിം അല്ലേ? നോക്കി 1,1 പറഞ്ഞ 1 തുടങ്ങി 1 അവസാനിക്കുക. i, 1,i എന്ന് പറഞ്ഞ സെയിം അല്ലേ? കാരണം എന്താ i ഇവിടെ എത്ര 1 ആണ്. 1,1 പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഇല്ല, പ്രിന്റ് ചെയ്യാൻ പറ്റൂല. സോ നമ്മൾ എന്ത് ചെയ്ത് അത് ലോജിക്കലി കറക്റ്റ് ആവില്ല, റോങ് ആവും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് വേണ്ട എന്താ 1 ആണ്. അപ്പൊ ആ വാല്യൂ എന്ത് ചെയ്യും ഐയിലോട്ട് ഒന്ന് കൂട്ടിയിട്ടാ മതി. ഞാൻ ആലോചിച്ച് നോക്കാം. ആദ്യം i എത്ര 1. ഇവിടെ നമ്മൾ 1 എടുത്തോണ്ടാട്ടോ 0 വരാത്ത 1 എടുത്ത്. അപ്പൊ 1 പ്ലസ് 1 2. അപ്പൊ 1,2 എന്ന് പറഞ്ഞാൽ 1 വരും, 2ന്റെ നേരെ കുറവില്. ഇനി ഈ i 2 വിചാരിച്ചോ. അപ്പൊ എത്ര 1,2 പ്ലസ് 1 3. 1,3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,3 എന്ന് പറഞ്ഞാൽ 1 2. ഇനി അടുത്ത് വരെയാണ് 1 2 3 വരെ പോകുള്ളൂ. 3 വരുമ്പോ എത്ര 1,3 പ്ലസ് 1 പക്ഷെ 1,4 വെച്ച് കഴിഞ്ഞാൽ 1,2,3. ആ ലോജിക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ ചോദിച്ചോണ്ട്. മാക്സിമം സിമ്പിൾ ആക്കി ടൈം എടുത്ത് പറയുന്നുണ്ട്, എന്നാലും എല്ലാവർക്കും ഇപ്പൊ എപ്പോഴും മനസ്സിലാവില്ല. ചോദിച്ചോണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞാലോ ഓരോ പ്രാവശ്യം ഒന്നിങ്ങനെ കൂട്ടി കൊണ്ടുവരാം. 1 എന്ന് പറയുമ്പോൾ 1, പിന്നെ 2 പറയുമ്പോൾ 2, 3 പറയുമ്പോൾ 3, 4 പറയുമ്പോൾ 4. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പിന്റെ 1 കൂടുതൽ ഉണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ച ലെവലിൽ സ്റ്റോപ്പ് ആവുള്ളൂ. 4 സ്റ്റോപ്പ് ആകാൻ പറഞ്ഞാൽ 3 സ്റ്റോപ്പ് ആവും. നിനക്ക് 4 സ്റ്റോപ്പ് ആവേണ്ടത് നീ 5 കൊടുക്കണം. ലോജിക്ക് മനസ്സിലായില്ലേ?
5 കൊടുത്താൽ 4 സ്റ്റോപ്പ് ആവും. എനിക്ക് 10 സ്റ്റോപ്പ് ആണെങ്കിൽ 11 കൊടുക്കണം, 1 കൂട്ടി കൊടുക്കണം. അപ്പൊ ഇവിടെ എന്തായി? പ്രിന്റ് ചെയ്യാൻ പോകും. പ്രിന്റ് ചെയ്യാൻ പോകുന്നത് എന്താ? കെ ആണ്. എപ്പോഴും പറഞ്ഞ് നമ്മൾ ഒരു എം ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പിന്റെ ഡാറ്റ ഒറ്റക്ക് നിന്നിട്ട് പിന്നെ അടുത്ത ലൂപ്പിന്റെ ഡാറ്റ ഒറ്റക്ക് നിൽക്കും. ഇവിടെ നമ്മൾ എൻ്റെ കൂടെ കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എന്താ പണി ഉണ്ടാകാൻ? 1 1 2 3 1 2 3. ഇതെങ്ങനെ സംഭവിച്ച്? ആദ്യം ഐ എത്ര? 1. അപ്പൊ 1,1 + 1 എന്ന് പറഞ്ഞ എത്ര? 1,2. 1,2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1, അതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ 4k ഇൻ റേഞ്ച് 1 കഴിഞ്ഞ്. അത് ഇവിടെ കംപ്ലീറ്റ് ആയി, പ്രിന്റ് ആയി. അപ്പൊ ഒരു എം ടി സ്പേസ് വന്ന് അടുത്ത ലൈനിലോട്ട് പോയി. ഇനി 4i ഇൻ റേഞ്ച് 1 2 3 1 മുതൽ കഴിഞ്ഞ് 2. അപ്പൊ 4k ഇൻ റേഞ്ച് 1,2 + 1. 1,2 + 1 പറഞ്ഞാൽ 1,3. 1,3 പറഞ്ഞാൽ 3ന്റെ തൊട്ടപ്പുറത്തുള്ള ഡിജിറ്റ് 1 മുതൽ 2 വരെ. അപ്പൊ 1 2 2 വട്ടം ലൂപ്പ് ഓടും. പ്രിന്റ് ചെയ്യണതൊക്കെ ആദ്യത്തെ കെ എത്ര? 1, പിന്നത്തെ കെ എത്ര? 2. അത് കഴിഞ്ഞ് പ്രിന്റ് അടിച്ച് ആ ലൂപ്പ് കഴിഞ്ഞു, പ്രിന്റ് ചെയ്തു, അടുത്ത ലൈനിലോട്ട് പോയി. അപ്പോൾ മനസ്സിലായത് ഒരു ലൂപ്പും കൂടി ഓടാണ്ട്. അപ്പൊ ഇവിടെ ലൂപ്പ് കട്ടായില്ല. 4i ഇൻ റേഞ്ച് 3 വന്നാൽ കഴിഞ്ഞിട്ട് ഇനി അടുത്ത കട്ടായി പോകും. 4k ഇൻ റേഞ്ച് 1,3 + 1 4. 4ന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ 3 കിട്ടും. നമുക്ക് വേണ്ടേക്ക് ഒന്ന് കൂട്ടി കൊടുത്തതാണ് ആക്ച്വലി. നമുക്ക് വേണ്ടത് 3 തന്നെ ആയിരുന്നു, പക്ഷെ 3 ഇട്ടാൽ 2 കിട്ടുള്ളല്ലോ, അതുകൊണ്ടൊന്ന് കൂട്ടിയിട്ട്. അപ്പൊ 1,3 + 1 4. 1,3. അപ്പൊ ഇവിടെ 1 2 3 3 വട്ടം കെ പ്രിന്റ് ആവും. ആദ്യം 1 ആവും, പിന്നെ 2 ആവും, പിന്നെ 3 ആവും. സെയിം ലൈനിൽ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയി പുറത്ത് ചാടി പ്രിന്റ് എന്ത് ചെയ്ത്? എം ടി സ്പേസ് അടിച്ച്. എന്നിട്ട് 4i ഇൻ റേഞ്ച് 1,4 നോക്കിയപ്പോൾ ഓൾറെഡി തീർന്നിട്ടുണ്ട്, 3 കംപ്ലീറ്റ് ആയി പുറത്തിറങ്ങിപ്പോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്ത് എം ടി സ്പേസ് കൊടുക്കാം. ആ ഒരു അടുത്ത വരുന്ന വാല്യൂസ് അതിനായിട്ട് കണക്റ്റഡ് ആവാൻ നിൽക്കണമെങ്കിൽ. ഓക്കെ, നമ്മൾ പ്രിന്റ് എവിടെ വേണമെങ്കിലും ഫംഗ്ഷൻ ഇതിൽ കൊടുക്കാന്നാണ് ഞാൻ അടുത്ത് കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ആക്ച്വലി ഇവർ 6 പറഞ്ഞു, നമുക്ക് വാല്യൂസ് വേണമെങ്കിൽ കൂട്ടി നോക്കാം. 10 നോക്കാം, ഇത്രേ ഉള്ളൂ. 1 മുതൽ 9 വരെ വരും. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കേസിൽ നമുക്ക് എത്ര വരുന്നത് അറിയോ? 9 ആണ്. അപ്പൊ 4k ഇൻ റേഞ്ച് 1,9 + 1 എന്ന് പറയുന്നത് 10. വെറും 9 കൊടുത്താൽ 8 വരെ വരുള്ളൂ, ഇവിടെ വരെ വരുള്ളൂ. ഒന്ന് കൂട്ടി കൊടുത്തപ്പോ 10 ആയി. 9 + 1 10. 10 ഒന്ന് കുറയും നമുക്കറിയില്ല സ്റ്റോപ്പില്. അപ്പൊ 1 മുതൽ 9 വരെ കിട്ടും. 1 2 3 4 5 6 7 9 വരെ കിട്ടി പ്രിന്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് ഏകദേശം ഐഡിയ ഉണ്ടാവുന്നതായിരിക്കും. ഇത് രണ്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ആയിട്ട് ട്രയാങ്കിൾ വരണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 2 3 4 6 അടിയിലോട്ടാണ് വന്നത്. വേണ്ട 1 1 2 1 2 3 1 2 3 4 1 2 5 അടിയിലോട്ട് നേരെ തിരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. ആദ്യം 1 2 3 4 8 9, പിന്നെ 1 2 3 8 1 2 3 7 1 2 3 6, ഇങ്ങനെ ലാസ്റ്റിൽ ഈ 1 ഇവിടെ വരും. നേരെ തിരിച്ചിടാം. അതുകൊണ്ട് 1 ഇവിടെ 1 2 ഇങ്ങനെ കൂടി കൂടി വരും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങള്, ഈ വാല്യൂസ് 1 1 2 1 2 3 1 2 3 4 1 2 3 5 ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ അത് നോക്കുക. അതേപോലെ ആൽഫറ്റ് ട്രയാങ്കിൾ, ആൽഫറ്റ് പറയുമ്പോൾ ABCD എത്ര വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേണം കൊടുക്കുക. ഒന്ന് കറക്റ്റ് ആയി പിന്നെ അതെല്ലാം അങ്ങനെ കറക്റ്റ് ആയി പോകും. ഒരു ലോജിക്ക്, ഒരു ഫ്ലോ കറക്റ്റ് ആയി പിന്നെ ബാക്കിയുള്ള ഫ്ലോ വലിയ പ്രശ്നം വരില്ല. അപ്പൊ പിന്നെ എന്താ പറയാ, ഇതില് 2 കീവേഡ് കൂടി നോക്കണം. വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട് അറിയാം, പക്ഷെ എന്താ പറയാ ലൂപ്പില് നമുക്ക് പറയാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ലൂപ്പ് ഞാൻ ആദ്യം ഒഴിവാക്കിയത്. കാരണം ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാ കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മൾ ബ്രേക്ക് കണ്ടിന്യൂ ലൂപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് ദ ലൂപ്പ് ഇമ്മീഡിയറ്റ്ലി. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ലൂപ്പ് ഇറങ്ങിപ്പോ. ഇപ്പൊ കഴിഞ്ഞ കേസില് നമ്മൾ എന്താ പറഞ്ഞത്? ഇത് കംപ്ലീറ്റ് ആവുന്നത് വരെ ലൂപ്പ് ഓടും. മനസ്സിലായില്ലേ? ഇത് കംപ്ലീറ്റ് ആണ് വരെ ലൂപ്പ് ഓടും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇഫ് കെ ഈക്വൽ ടു 2 അപ്പൊ ബ്രേക്ക് ആയിക്കോളും എന്ന് പറഞ്ഞു. ഇതാണ് കീവേഡ് ഇട്ടാ കണ്ടില്ലേ ബ്രേക്ക്. കൊടുത്ത് ബ്രേക്ക് ആയിക്കോളാം പറഞ്ഞു. 1 കാരണം 2 വരില്ല. 2 മുതൽ ബ്രേക്ക് ആകുമ്പോ എന്താ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ആവും. 4k ഇൻ റേഞ്ച് 1 പ്രിന്റ് ആയി. രണ്ടാമത്തെ വാല്യൂ ഉണ്ടല്ലോ ഇപ്പൊ 1 1 2 1 2 3, ആ 2 എത്തുന്ന സമയത്ത് ആ കപ്പ സ്കിപ്പായി പോകും. ഇവിടെ ഞാൻ 4 കൊടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വാല്യൂസ് വരും, പിന്നത്തെ വരില്ല കേട്ടോ.
ഞങ്ങൾ 1 1 2 1 2 3 കഴിഞ്ഞു. പിന്നെ ഒക്കെ 1 2 3 1 2 3 ആ 4 എടുപ്പ് 1 2 3 1 2 3 1 2 3. കാരണം 4 എത്തുമ്പോൾ സ്കിപ്പായി പോകും. അപ്പൊ സ്കിപ്പാണ് കംപ്ലീറ്റ്ലി ലൂപ്പ് കട്ടായി. ഈ ലൂപ്പാട്ട കട്ടാണത്. ഈ ലൂപ്പിൽ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നില്ലല്ലോ. ഇനി ഇവിടെ ഞാൻ ചുമ്മാ പോയിട്ട് ഇവിടെ തന്നെ ബ്രേക്ക് ആണ് കൊടുക്കും. ഒന്നും പ്രിന്റ് ആവില്ല. കാരണം എന്താ ഞാൻ പറഞ്ഞത് ഈ ലൂപ്പ് കയറി അപ്പൊ തന്നെ ഈ ലൂപ്പിൽ നിന്ന് ഇറങ്ങിക്കാളാം. ലൂപ്പിൽ നമ്മൾ കയറി ഫോർ ലൂപ്പ് വെച്ച് കയറും. ബ്രേക്ക് പറഞ്ഞാൽ അപ്പം ഇറങ്ങി പോകും. അപ്പൊ ഈ ബ്രേക്ക് എവിടെ കൊടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 എത്തുമ്പോൾ കൊടുത്താൽ മാത്രം 4 എത്തുമ്പോൾ ബ്രേക്ക് ആയി പോകും. കംപ്ലീറ്റ് എന്താ പറയാ ഈ ഒരു സ്റ്റേജിൽ ഇവിടുന്ന് ബ്രേക്ക് ആയി പോകും. ബ്രേക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫോർ ലൂപ്പിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയാണ് പോരുക. കാരണം നമുക്ക് ആവശ്യമുള്ള സംഭവം കിട്ടി, നമുക്ക് നമ്മളെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ് പറയില്ലേ, അതുപോലെ ഓക്കെ നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടി നമുക്ക് ബാക്കിയുള്ള പ്ലാൻ ചെയ്യാണ് പറഞ്ഞമാതിരിയുള്ള ഒരു അവിടെ കിട്ടിയിട്ടാണ് അവിടെ കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് പോരും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന് ഇവിടെ കണ്ടിന്യൂ ഉണ്ട്. കണ്ടിന്യൂ ഇതിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാണ് 1 1 2 1 2 3 1 2 3 1 2 3 4 പോയി 5 1 2 3 4 പോയി 5 6. അത് വെച്ച് കഴിഞ്ഞാൽ 4 എവിടെ കണ്ടാലും അത് അങ്ങോട്ട് വിട്ടിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ 4 ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എന്താണോ ഉള്ളത് ഈ ലൂപ്പ് മാത്രമേ നോക്കുള്ളൂ. മറ്റേ ലൂപ്പ് ഇതേ ബന്ധമില്ലല്ലോ. ലൂപ്പ് വേറെ തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ അത് വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഇതിൻ്റെതായുള്ള ഫ്ലോ കഴിഞ്ഞിട്ട് മറ്റേ ലൂപ്പിനെ വിടും. അപ്പൊ ആ ലൂപ്പ് എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് വിളിച്ചിട്ട് ഇതിന് കൊടുക്കും. ഇത് ഇതിന്റെ പണി തീർത്തിട്ട് അങ്ങോട്ടന്നെ കൊടുക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്തായി, ഇത് ഇവിടെ എന്തായി, ഇവിടുത്തെ കേസിൽ ഇവിടെ പറഞ്ഞു 4 എത്തിയ അടിയത്തെ ഒന്നും നോക്കണ്ട, വിട്ടോ മേലെ പോയിക്കോ. അപ്പൊ എന്താണ് ഫോർ കെ ഇൻ റേഞ്ച് 1 മുതൽ ഐ ഇപ്പൊ 9 ആണ് വിചാരിച്ചോ. 9 + 1 10 വരെ കൊടുത്തിട്ട് ഇഫ് കെ 4 ആണോ അല്ല അപ്പൊ എന്തായി പ്രിന്റ് ചെയ്ത്. ഇഫ് കെ 4 ആണോ 2-ലല്ല 3-ലാണോ 4-ലാണോ 4-ൽ കെ 4 ആണ് ഇവിടെ കറക്റ്റ് ആയി. ഇവിടെ ഈ 4 = 4 കെ 4 ആവുമ്പോൾ അപ്പൊ എന്തായി കണ്ടിന്യൂ. കണ്ടിന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിയിലുള്ള എടുക്കണ്ട, നിങ്ങൾ നേരെ മേലെ പോയിക്കോളി, ലൂപ്പ് കട്ടാവൂല. അപ്പൊ എന്തായി കെ 4 പ്രിന്റ് ആവൂല, ഇതിന്റെ അടിയിലൊന്നും ചെയ്യൂല. ഇവിടെ ഇപ്പൊ നമ്മൾ എന്ത് കൊടുത്താലും ഒന്നും എടുക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും കെ 5 ആവും. കാരണം ഈ ഒരു കേസ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഇത് മാത്രം ഇവിടുന്ന് പോവുള്ളൂ. കാരണം ലൂപ്പ് കട്ടായില്ല. ബ്രേക്ക് ആകുമ്പോൾ ലൂപ്പ് കട്ടായി പോകും. അപ്പൊ എന്താ കെ 5 ആവും 6 ആവും 7 ആവും 8 ആവും 9 ആവും. 4 ഒരിക്കലും എടുക്കൂല. ഇനിയിപ്പോ ഇവിടെ ഞാൻ പറയണേ ഇഫ് ഐ ഈക്വൽ ടു എന്താ പറയാ ഒരു 3 കണ്ടിന്യൂ കൊടുത്ത് അതിനിപ്പോ നമുക്ക് മനസ്സിലാണെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യണം. 1 2 3 4 5 6 7 8 9 വട്ടം ഓടും. കാരണം നമുക്ക് 1 മുതൽ റേഞ്ച് 9 വരെ വരുന്നുണ്ട്. 10 ഒന്ന് കുറവ്. ഇനി നമുക്ക് 3 സ്കിപ്പ് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 കണ്ടാ 8 വന്ന്. ആ മൂന്നാമത്തത് ഉണ്ടല്ലോ ഫോർ ഐ ഇൻ റേഞ്ച് 1 എടുത്ത് 2 എടുത്ത് 3 എത്തുമ്പോൾ ഐ 3 ആവുമ്പോൾ അത് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പ്രിന്റ് ഒന്നും വർക്കാവില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേന് ഇത് പ്രിന്റ് ചെയ്ത്, രണ്ടാമത്തേന് ഇത് പ്രിന്റ് ചെയ്ത്, മൂന്നാമത്തേന് പ്രിന്റിങ് ഇല്ല. കാരണം 3ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ അടിയുള്ള കോഡ് ഒന്നും എടുക്കൂല. സോ ആ ലൈൻ എന്ത് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൈനിലോട്ട് പോയി. ഇവിടെ എന്ത് ചെയ്തു 3 പോയിട്ട് 4 വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ലോജിക് ജസ്റ്റ് ഒന്ന് വീണ്ടും കേട്ടാൻ വേണ്ടി ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ചെയ്ത തന്നെ ബ്രേക്ക് ചെയ്യുന്നത് ഫോർ ഐ ഇൻ റേഞ്ച് 1 മുതൽ 11 വരെ വരും. 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ എവിടെയെങ്കിലും 5 കണ്ടാൽ അപ്പൊ ബ്രേക്ക് ചെയ്ത് പോവാ, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ചെയ്യണ്ട. ഫോർ ഐ ഇൻ റേഞ്ച് 1 മുതൽ 10 വരെ 11 10 വരെ ഐ 5 ആയ അത് സ്കിപ്പ് ചെയ്യുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 പ്രിന്റ് ആവാതെ 6 7 8 9 10 അങ്ങനെ ആവും. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ആണ് സ്റ്റോപ്പ് ഇന്നർ ലൂപ്പ് ആൻഡ് നമ്പർ ഈക്വൽ ടു 3. ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തത് തന്നെ. ഇന്നർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ കോളത്തിലുള്ള ഇത് ഔട്ടർ ലൂപ്പ്, ഇത് ഇന്നർ ലൂപ്പ്. ഔട്ടർ ലൂപ്പ് പറഞ്ഞ റോ, ഇന്നർ ലൂപ്പ് പറഞ്ഞ കോളം. വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ റോ വരുമ്പോൾ അതിനങ്ങനെ എഴുതി പോവുക. അപ്പോൾ ആദ്യം റോ വന്ന് പിന്നെ എഴുതി പോവുക, അതേ റോ വന്ന് പിന്നെ എഴുതി പോവുക, അങ്ങനെ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇന്നർ ലൂപ്പിൽ കോൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്പർ ഈക്വൽ ടു 3 പറയുമ്പോൾ ഇവിടെ നമ്മൾ നമ്പർ എങ്ങനെ വെച്ച് ചെയ്യുന്നത് ഈ കോൾ എന്ന് പറഞ്ഞ സാധനം വെച്ചാണ് ഓരോ വാല്യൂ 1 2 3. അപ്പൊ 3 ആകുമ്പോൾ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ കോള് പ്രിന്റ് ചെയ്യും. ഇവിടെ എൻഡ് കൊടുത്ത ഒരേ ലൈനിൽ വരും. അപ്പൊ ഈ ഫംഗ്ഷൻ ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ അമ്മ ഒരു പ്രിന്റ് എൻഡ് കൊടുത്താൽ ഒന്ന് അടിയിലോട്ട് വരും. അപ്പൊ ആ ഒരു ഡാറ്റ ഒരു ലൈനിൽ വന്ന് അടിയിലോട്ട് വരും. വീണ്ടും അടുത്ത റോ വിളിക്കും, വീണ്ടും അടുത്ത കോളം വിളിക്കും. അപ്പൊ കോളം വരെ 1 മുതൽ 6 വരെ പോകും. അപ്പൊ എന്ത് ചെയ്യും 1 മുതൽ 6 വരെ വരുമ്പോൾ 3 കാണുമ്പോൾ അത് സ്കിപ്പ് ആവും. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടിന്യൂ ആണ്, അത് കണ്ടിന്യൂ അല്ല ബ്രേക്ക് ആണ്.
അതുകൊണ്ട് 3 വന്നു കഴിഞ്ഞാൽ അപ്പം ബ്രേക്ക് ആയി പോകും. പിന്നെ അടുത്ത 1, 4, 5, 6 എടുക്കില്ല. കണ്ടിന്യൂ ആണെങ്കിൽ ആ 3 അങ്ങോട്ട് എടുക്കാതെ 4, 5, 6 എടുക്കും. ദാറ്റ്സ് ഓൾ. ആ സിമ്പിൾ ലോജിക്. ബ്രേക്ക് ആവുക അല്ലെങ്കിൽ അതിന്റെ അടിയുള്ള ലൈൻ എടുക്കാതെ മേലോട്ട് പോവുക. ഈ സെയിം സംബന്ധം ഇതിപ്പോ കണ്ടിന്യൂ പറഞ്ഞില്ല. 4 i റേഞ്ചിൽ 3 ആണ്. ആ അടിയിലുള്ള ഈ പ്രിന്റിങ് നടക്കില്ല. അപ്പൊ 1, 2, 3 പോവും. 1, 2, 3 പോയി 4, 5, 1, 2, 3 പോവും. 5, 4, 5, 6 അങ്ങനെ പോകും. നമ്മളെ പ്രിന്റിങ്ങിൽ 3 കാണില്ല. ഇനി ആക്ച്വലി നമ്മള് ഒരു കുറച്ച് കാര്യം കൂടി പറയാണ്ട് ഈ വീഡിയോ തന്നെ ഉൾക്കൊള്ളിപ്പിക്കണം. കാരണം അടുത്ത വീഡിയോയിൽ വൈൽ ലൂപ്പ് പറയാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഡിക്ഷണറി പഠിച്ചതാണ്. ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. ഡിക്ഷണറിയിൽ നമുക്ക് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡോട്ട് ഐറ്റംസ് നമുക്ക് ഒരു വ്യൂ ഒബ്ജക്റ്റ് തരും. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇത് വീഡിയോയിൽ കഴിഞ്ഞതാണ്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡിക്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ഒന്നുകൂടി ആ വീഡിയോ കണ്ട് ട്രൈ ചെയ്താൽ മതി. ഡിക്ഷണറിന്റെ ഡിക്റ്റ് ഐറ്റത്തിൽ നമുക്ക് ഇങ്ങനെ തരിച്ചു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് പോലെ എന്താ പറയുക ടപ്പിൾസ് ആയിട്ട് ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് ആണ് തരിക. അതിൽ നമ്മൾ ആ നെയിം, പേര്, ഏജ്, പേര്, ആ ഡാറ്റ കീ വാല്യൂ ആയിട്ട് തരും. അപ്പൊ ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ് തരികയാണെന്ന് ചിന്തിക്കുക. അത് ഓർത്ത് വെച്ചാൽ മതി. ഡോട്ട് ഐറ്റംസിന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിക്ഷണറിനെ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് തരും. ഇപ്പൊ നമ്മൾ എന്യൂമറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തരും, അതേമാതിരി റേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തരും നമുക്കറിയില്ല. അതുമാതിരി ഡോട്ട് ഐറ്റംസ് വിളിച്ചാൽ എന്ത് തരും നമുക്ക് മനസ്സിലായി. ഈ ഒരു വാല്യൂ ആണ് തരിക. അതെങ്ങനെയുള്ള ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോ പണ്ടത്തെ ഒരു ഡിക്ഷണറിന്റെ വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫംഗ്ഷൻ നോക്കണ്ട. ഇപ്പോ ഞാനൊരു കീ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. നെയിം അഭിജിത്ത്, ഏജ് 22 ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 4i റേഞ്ച് അല്ലല്ലോ, i ഡേറ്റ പ്രിന്റ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക, അതിന്റെ നെയിമും ഏജും വരും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 4i ഡാറ്റ, ഇത് ഡിക്ഷണറിനെ പറ്റിയാ പറയുന്നത്. ലിസ്റ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിക്ഷണറിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കീ വാല്യൂ പെയർ ഉണ്ടായതുകൊണ്ട് അത് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ് ഫോർ ലൂപ്പിൽ വർക്ക് ആവുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കീസ് ആണ്. അപ്പൊ കീസ് എന്താ, ഐറ്റംസ് എന്താണ്, കൺഫ്യൂഷൻ ആവരുത്. ഡിക്ഷണറിന്റെ വീഡിയോ കണ്ടിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഇതുകൊണ്ടാണ് ആ വീഡിയോ സ്കിപ്പ് ചെയ്യുക. അതൊക്കെ പഠിച്ചിട്ട് ഇതിലോട്ട് വരണോണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പൈത്തൺ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയാ ഈ ഒരു സംഭവമാണ് ചെയ്യുന്നത്. നമ്മളെ കീസ് മൊത്തം എടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ട് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇതിവിടെ നിങ്ങൾ ചെയ്യേണ്ട. അങ്ങനെയാണ് പൈത്തൺ ചെയ്യുന്നത്. അതാണ് കണ്ട, കീസിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. കീസ് ചെയ്തുകാണ്ട് ചെയ്യുന്നതാണ് പൈത്തൺ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് കീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മാറ്റാം. എക്സാമ്പിള് ഐറ്റംസ്, നമ്മളെ കീസ് ഒക്കെ ഉണ്ടല്ലോ സ്പെല്ലിംഗ് തെറ്റി, അതൊക്കെ ഒരു നോർമൽ കാര്യമാണ്. ഒന്നും മൈൻഡ് ചെയ്യേണ്ട, അതേപോലെ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട. കീസ് എന്താ ഓർമ്മ ഉണ്ടായാൽ മതി. നാളെ ഒരാവശ്യം വരുമ്പോൾ സെർച്ച് ചെയ്യുക, കണ്ടെത്തുക, ഇടുക. അതാണ് കോഡിങ്. ഞാൻ എന്ത് ചെയ്തറിയോ, ഡാറ്റയിൽ ഐറ്റംസ് എടുത്തിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് വന്ന വാല്യൂസ് നോക്കുകയാണെങ്കിൽ ടപ്പിൾസ് ആയിട്ട്, ഞാൻ പറയില്ലേ ലിസ്റ്റിന്റെ ടപ്പിൾസ് ആയിട്ട് വന്നാണ്. നമ്മൾ ഈ വീഡിയോ കണ്ട മനസ്സിലായി. ഈ ഇത് കണ്ടില്ല, നെയിം, ഏജ് കണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കിവിടെ i, k കൊടുത്തിട്ട് i, k പ്രിന്റ് ചെയ്ത് എന്താ ഉണ്ടാകുന്നു ഉണ്ടെങ്കിൽ ഇവിടെ വാല്യൂ ചെറിയൊരു ഡിഫറൻസ് മനസ്സിലായത്. ഇപ്പൊ ഇവിടെ വേറെ തന്നെ വാല്യൂ ആയിട്ട് വന്ന്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ചുമ്മാ ഒരു ടെക്സ്റ്റ് ഇട്ടിട്ടാണ് ഇത് ഇടുന്നത് വിചാരിച്ചു. ഈ കോമഡിന് എന്തിനല്ല സെപ്പറേറ്റ് ചെയ്യാനാടാ. ഈ നെയിം വേറെയും വന്ന് അഭിജിത്ത് വേറെയും വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഐറ്റംസുകൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീ വാല്യൂ എങ്ങനെ ഇത്ര ചിന്തിക്കേണ്ടത്. ഡിക്ഷണറിയിൽ ഫോർ ലൂപ്പിൽ ഓടുമ്പോൾ ഡാറ്റ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീ കിട്ടും. അഥവാ കീസ് വിളിച്ച പോലെയാണ് വെറും ഡാറ്റ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് കീയും വേണം, വാല്യൂം വേണം. ഒരുപാട് കേസ് വരും നമ്മൾ കൂടെ ഇടാൻ മതി. കീയും വാല്യൂം വേണമെങ്കിൽ ഐറ്റംസ് വിളിച്ചാൽ മതി. ഐറ്റംസ് വിളിച്ചാൽ ഐ കീ ആയിട്ടും രണ്ടാമത്തെ ഫസ്റ്റത്തത് കീ ആയിട്ടും രണ്ടാമത്തെ വാല്യൂ ആയിട്ടും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കീ ആയിട്ടും വാല്യൂ ആയിട്ടും ഡാറ്റ വരും. കീ വാല്യൂ
കീ വാല്യൂ ഇട്ട് വരും. ഇനി നമുക്ക് വാല്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഒക്കെ നമുക്ക് അവരുടെ അറിയുന്നതാണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൊടുത്താൽ എറർ അടിക്കൂലേ? ഉണ്ടല്ലേ? കാരണം എന്താ, വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നല്ലേ ഉള്ളൂ, അത് രണ്ടെണ്ണം കൊടുക്കുക. കീസ് നമ്മൾ ഐറ്റംസ് വിളിക്കുമ്പോഴല്ലേ രണ്ടെണ്ണം ഉള്ളൂ. വാല്യൂസ് പറഞ്ഞാൽ സിംഗിൾ വാല്യൂ, കീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ വാല്യൂ, വാല്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ. കീ വാല്യൂസ്, വാല്യൂസ് ആണ് ഇപ്പോൾ വിളിച്ചത്, അതുകൊണ്ട് അബ്ജക്റ്റ് വന്നു. നേരത്തെ കീ ആയിരുന്നു, വിളിച്ചില്ലെങ്കിൽ കീ ആണ് വരിക, നെയിം വന്നു. ഇനി നമുക്ക് കീസ് അഥവാ എം ടി കീ വന്നു. ഇനി നമുക്ക് കീ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യുന്നുണ്ടാണോ? നെയിം ഏജ് വന്ന്. അപ്പൊ നമുക്കറിയാം ഒരു ഡിക്ഷണറിയിൽ ഒരു വാല്യൂ ഫെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡിക്ഷണറിന്റെ വാല്യൂവിനെ കീ വെച്ച് വിളിക്കാണ്. ഇതും ഡിക്ഷണറിയിൽ പഠിച്ചതാണ്, അത് മനസ്സിലായാൽ മാത്രം ഇത് കണ്ടാൽ മതി, അല്ലെങ്കിൽ പോയി കണ്ടിട്ട് വരിക. അഭിജിത്തും ഇത് വന്ന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീ കിട്ടിയപ്പോൾ ആ കീ വെച്ച് നിങ്ങൾക്ക് ആ ഡിക്ഷണറി ഡാറ്റ വെച്ച് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇത് ഇതിന്റെ എല്ലാ ടെക്നിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ സ്ലോ ഡൗട്ട് ഉണ്ടോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. സിമ്പിളാണ്. ഡൗട്ട് ഉണ്ടോ ചോദിച്ചോണ്ടേ. അപ്പൊ ഇപ്പൊ നമ്മള് എന്താ പറയുക, ഇതൊക്കെ മനസ്സിലായി. ഐറ്റംസ് എന്താണ്, ബൈ ഡിഫോൾട്ട് പൈത്തൺ കോൾ ചെയ്യുന്ന കീസ് ആണ്, നമ്മൾ ഓൾറെഡി സംസാരിച്ചു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഇതൊക്കെ നമുക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടും. മൈ ഡിക്ഷണറിന്റെ ഡോട്ട് കീസ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിക്റ്റ് കീ നമ്മൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡിക്റ്റ് കീ എന്താണ്, ഡിക്റ്റ് ഐറ്റംസ് എന്താണ്, ഈ ഡിക്റ്റ് ഐറ്റംസ് എന്താണ്, അത് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഡിക്ഷണറിന്റെ കീസ് വിളിച്ചു കഴിഞ്ഞാൽ ഡിക്റ്റ് കീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ ഒബ്ജക്റ്റ് നമുക്ക് തരും. മൈ ഡിക്ഷണറിനെ ലിസ്റ്റ് ആക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തിനോട്ടും കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത് പ്രിന്റ് ചെയ്യാണ്, ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിലോട്ട് ഈ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റന് ഇവർ ലിസ്റ്റ് ആക്കി തരും. ലിസ്റ്റ് ആക്കി തരാന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല, അതിന്റെ കീ മാത്രം എടുക്കുള്ളത് റൂളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എന്താ പറയുക സിറ്റുവേഷൻ പറഞ്ഞുതരാന്, ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു ഡിക്ഷണറി ഉണ്ട്, ഡിക്ഷണറിയിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ കീസ് മാത്രമായിട്ട് ഒരു ഡാറ്റ വേണം. സിമ്പിൾ അല്ലേ? അതിന്റെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കീസും കൊടുത്തിട്ട് ആ ലിസ്റ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡാറ്റ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് തരും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇനി വേറെ കുറെ കാര്യം ഉണ്ട് വിചാരിച്ചു, ടൈപ്പ് ചെയ്യാൻ ഡേറ്റ് ചെയ്യും, കുറച്ചും കൂടി സംഭവം ഉണ്ട് വിചാരിച്ചു. എറർ അടിക്കൂലേ? ഇപ്പൊ ഇവിടെ എന്തായി, കീ വാല്യൂ സെയിം ആയി യുണീക്ക് ആയതുകൊണ്ട് സെയിം വാല്യൂസ് തന്നെ വന്നു. ആക്ച്വലി നമ്മൾ കീ ഒരിക്കലും യുണീക്ക് ആണ്, അപ്പൊ കീ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് കീസ് ഇത് എന്താ പറയാ, ഇത് കോൺഫ്ലിക്റ്റ് ആവും. നമ്മൾ സെയിം കീ വാല്യൂസ് കൊടുക്കാൻ പാടില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഡാറ്റ കാണിച്ചതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ഇങ്ങനെ ചെയ്യാം. നമ്മൾ ആ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്ന മാപ്പ് ചെയ്യുന്നത് തന്നെ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള കീ വാല്യൂസ് കൊടുക്കാനാണ്. ഞാൻ ചെയ്യുന്നത് റോങ് ആണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ അതവിടെ കിടക്കട്ടെ, കാണാൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബഗ്ഗൊക്കെ നോർമൽ കേസാണ്, പ്രശ്നങ്ങൾ വരലൊക്കെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. ആ ബഗ് വരുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ത്വരാന്ന് അറിയില്ല, അത് ചെയ്ത് കണ്ടെത്തേണ്ട ഔട്ട്പുട്ട് കണ്ടെത്തുക, അല്ലാതെ എണീക്കരുത്. അതാണ് നമ്മുടെ ഡെവലപ്പേഴ്സിന്റെ പവർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, നമുക്ക് ലിസ്റ്റ് ചെയ്യണ ഡാറ്റാസ് അത് മനസ്സിലായി. പിന്നെ കീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്. അപ്പൊ കീസിന് നമുക്ക് ലിസ്റ്റിലൂടെ ഇങ്ങനെയൊക്കെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. മൈഡിക്റ്റ് ഡോട്ട് കീസ് എന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റായി വ്യൂ ലിസ്റ്റ് ആയി മാറും. ലിസ്റ്റ് അല്ല വ്യൂ കിട്ടും. വെറും ഡിക്ഷണറിന്റെ ലിസ്റ്റിലോട്ട് വിളിച്ചാലും ലിസ്റ്റ് കിട്ടും. ഡിക്റ്റ് ഡോട്ട് കീസ് വിളിച്ചിട്ട് ആ കീസിനെ ഡിക്ഷണറിയിലോട്ട് മാറ്റിയാലും ഡിക്ഷണറി കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഫസ്റ്റത്തത് ജസ്റ്റ് വ്യൂ ഒബ്ജക്റ്റ് ആണ്, മൂന്നാമത്തത് ലിസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വ്യൂ ഒബ്ജക്റ്റ് ഡിക്റ്റ് ഡോട്ട് കീസ്, ആ ഡിക്റ്റ് ഡോട്ട് കീസിനെ ലിസ്റ്റിനുള്ളിൽ കൊണ്ടുപോയിട്ടാൽ ലിസ്റ്റ് കിട്ടും. മൈ ഡിക്ഷണറിനെ ലിസ്റ്റിനുള്ളിൽ കൊണ്ടുപോയാൽ ലിസ്റ്റ് കിട്ടും. കീസ് ജസ്റ്റ് വ്യൂ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. എങ്കിൽ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഡാറ്റനെ നേരിട്ട് എന്തെങ്കിലും ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ജസ്റ്റ് കണ്ടില്ല, നിങ്ങൾക്ക് ഓൺലി കീ ആണ് വേണ്ടത് ഫോർ കെ ഇൻ മൈ ഡിക്റ്റ്, ഒരു കൺഫ്യൂഷൻ ഇല്ല. ഡിക്ഷണറി വിളിക്കുക. ഓൺലി വാല്യൂസ് ആണോ വേണ്ടത് ഫോർ വി ഇൻ മൈ ഡിക്റ്റ് ഡോട്ട് വാല്യൂസ് വിളിക്കുക. കീ വാല്യൂ പെയർ വേണം, ഡോട്ട് ഐറ്റംസ് വിളിക്കുക, കെ കോമ വി, അയച്ച കീയും വാല്യൂവും കൊടുക്കുക, അത്രേ ഉള്ളൂ. വേണ്ടില്ല ഫോർ കീ ഇൻ മൈ ഡിക്ഷണറി. അപ്പൊ പ്രിന്റ് കീ എന്താ ഇവിടെ, നെയിം ഏജ്. ഈ കീ പ്ലസ് വാല്യൂ കിട്ടണമെങ്കിൽ ആ കീ എടുത്തിട്ട്
മൈ ഡിക്ഷണറിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. മൈ ഡിക്ഷണറി എന്താ ഇത്, കീ എന്താ നെയിം. അപ്പൊ മൈ ഡിക്ഷണറി നെയിം എന്താ വെച്ചാൽ ഈ പേര് വരും, അത്രേ ഉള്ളൂ. ഞാൻ അതുമാതിരി ഡോട്ട് ഐറ്റംസ് കോൾ ചെയ്ത് നോക്ക്, ഫോർ കീ വാല്യൂ ഇൻ മൈ ഡിക് ഡോട്ട് ഐറ്റംസ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നെയിമും ഏജും അത് വാല്യൂം വരും. അപ്പൊ ഇവിടെ എന്താ കീ എത്ര, വാല്യൂ എത്ര, അത് രണ്ടും ഇവിടെ പ്രിന്റ് ചെയ്യും. സിമ്പിൾ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ഒന്ന് സ്പീഡ് ആക്കി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലായിട്ടില്ലേ ചോദിച്ച് ക്ലിയർ ചെയ്യുക തന്നെ വേണം. അപ്പോ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളെ മെസ്സേജിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മെസ്സേജിന് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ, അതാണ് നല്ലത്. സെൽഫ് ലേണിംഗ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷന്. ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിന് സെൽഫ് ലേണിംഗ് മാത്രമേ ഉള്ളൂ. കാരണം പഠിച്ച് നമ്മൾ എത്ര പഠിച്ചാലും തീരൂല. അപ്പൊ ഇതിനൊക്കെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ അധിക കാലം കഴിയൂല. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു മെത്തേഡിൽ നിങ്ങളെ പഠിപ്പിക്കുക. അപ്പൊ അതൊരിക്കലും നെഗറ്റീവായി എടുക്കരുത്, നിങ്ങളെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ.